ഈ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പഠിക്കുന്നത് മറന്നു പോകുന്നു, ഒന്ന്. രണ്ട്, പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. പിന്നൊന്ന്, പഠിക്കുമ്പോൾ മറന്നു പോകുന്നു. ഭയങ്കര പ്രശ്നമാണത്. അത് പിടിച്ചാൽ കിട്ടാത്ത വിഷയങ്ങളാണ് അല്ലേ. ഇനി പഠിക്കാൻ മറന്നു പോകുന്നു, അത് മറ്റൊരു പ്രശ്നമാണ്. ഇന്ന് പഠിക്കാൻ ഉണ്ടെന്ന് അത് ഞാൻ പറഞ്ഞാണ്. മറവിയാണ് ഒരുപാട് കുട്ടികൾ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് മറവി ഒരു വലിയ പ്രശ്നമാണ്. ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്നു, പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ എഴുതാൻ കഴിയുന്നില്ല, ഒരുപാട് പഠിച്ചു പക്ഷേ അത് മറന്നുപോയി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊരു വശമാണ്. മറ്റേത് പഠിക്കാനേ മറന്നു പോകുന്ന ആളുകളുണ്ട്. പഠിക്കണമെന്നുള്ള കാര്യം, ഇന്നെന്തെങ്കിലും പഠിക്കാനുണ്ടേ, ഇന്നൊന്നുമില്ല എന്ന് പറയും. ഇവിടെ വല്ലതും എടുത്ത് വെച്ച് പഠിക്കണ, ഇന്നൊന്നും പഠിപ്പിച്ചില്ല, ഇങ്ങനെ പറയുകയും പിറ്റേ ദിവസം രാവിലെ വെളുപ്പാങ്കാലത്ത് കരഞ്ഞുകൊണ്ട് വയറുവേദന എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാൻ മടി കാണിക്കുകയും ചെയ്യുന്ന ചില കുട്ടികളുണ്ട്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു, പഠിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞ കാര്യം പഠിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പോൾ പുതിയ അധ്യയന വർഷത്തിൽ നമ്മൾ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് നമ്മൾ മുമ്പോട്ട് പോകാൻ പോകുന്നത് കൊണ്ട് ഇനി അത്തരം കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തരുത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് നമുക്ക് ഈ മറവി എന്ന് പറയുന്നത്? മറവി എന്താണെന്ന് അറിയണമെങ്കിൽ ഓർമ്മ എന്താണ് എന്ന് അറിയണം. എന്താണ് മക്കളെ ഓർമ്മ? ആര് പറയും? വാട്ട് ഇസ് മെമ്മറി? വാട്ട് ഡു യു മീൻ ബൈ മെമ്മറി? ഓർ ഗിവ് എ ഡെഫിനിഷൻ ടു മെമ്മറി? ആര് പറയും? സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട്? ബയോളജി പഠിച്ചിട്ടുള്ളവർ പറയും. ബയോളജി സ്കൂളിൽ പഠിച്ചില്ലേ? ബയോളജി സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചവരുണ്ട്, 9 പഠിച്ചവരുണ്ട്, +2കാരുണ്ട്, വലിയ പരീക്ഷകൾ പാസ്സായി. ഈ അടുത്ത കാലത്ത് സിവിൽ എഞ്ചിനീയറിംഗിൽ നല്ല മാർക്കോടുകൂടി ഇല്ലേ, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയിച്ച അശ്വതി ഉണ്ട്. ഇപ്പോൾ +2-ന് നല്ല മാർക്കോടുകൂടി വിജയിച്ച ആളുകളുണ്ട്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി വിജയിച്ച ആളുകളുണ്ട്. അതിൻ്റെ താഴത്തെ ക്ലാസ്സുകളിൽ 9ലും 8ലും ഒക്കെ ആയിട്ട് നമ്മൾ ബയോളജി പഠിച്ചിട്ടില്ലേ, സയൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഓർമ്മ? വാട്ട്സ് മെമ്മറി? ആര് പറയും? ഒരാൾ കൈ ഉയർത്തിയാൽ അവർക്ക് അവസരം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമ്മാനം, ഈ ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാം. എന്ത് പറയുന്നു? എന്താണ് മെമ്മറി? എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ പറഞ്ഞേ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആദ്യം അതിന് എന്തെങ്കിലും പറയാനൊരു ശ്രമം നടത്തണം. തെറ്റ് വരും. ആ തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയിലേക്ക് പോകാൻ, ഇല്ലേ? ആര് പറയും? മറക്കാതിരിക്കുന്നതാണ് ഓർമ്മ. അങ്ങനെ പറയുന്നില്ലേ? എങ്ങനെയാണ് ഓർമ്മയുണ്ടത്? എന്നെ നിങ്ങൾ ആദ്യം എവിടെ വെച്ചാ കണ്ടത്? ചർച്ചിൽ വെച്ച്. ശരി, എന്നെ ചർച്ചിൽ വെച്ച് കണ്ടവരൊന്ന് കൈ ഉയർത്തിക്കുക. ശരി, എന്നെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? വൃത്തികെട്ടവൻ, ഇവനൊക്കെ ഇവിടെ കടന്നു വരുന്നത് എന്തിന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുക, അല്ലേ? എന്നെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? ഒന്നല്ലേ ചിലപ്പോൾ എൻ്റെ തലയിലെ കഷണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കറുത്ത നിറമായിരിക്കാം, അല്ലെങ്കിൽ താടി, എൻ്റെ താടി എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഡൈ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റു പല പൊടിയൊക്കെ അടിക്കുന്നുണ്ട്, ചിലപ്പോൾ വയലറ്റ്, പലരും എന്നെ അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, വയലറ്റ് താടിയുള്ള സാറ് എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക. അപ്പോൾ നമ്മളൊരു രൂപമാണ് ആദ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നെ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിൽ എന്താ സംഭവിച്ചത്? ഓർമ്മയുണ്ടാവുന്ന എവിടെ നിന്നാണ്? ഓർമ്മ കയ്യിലാണോ, കാലിലാണോ, പിന്നെ മൂക്കില്? ബ്രെയിൻ. വാട്ട്സ് ബ്രെയിൻ? മലയാളത്തിൽ എന്ത് പറയും? ഇംഗ്ലീഷിൽ ബ്രെയിൻ എന്ന് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു വാക്ക് കൊടുക്കുകയും മലയാളത്തിൽ തലച്ചോറ്, ഇല്ല പഴിഞ്ഞു ചോറെന്നൊക്കെ പറയും പോലെ എടുത്തു വെച്ചില്ലേ. ആ വാക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചോറെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പാത്രത്തിൽ ചോറൊക്കെ കോരി വെച്ച് അമ്മ വിളിക്കുമ്പോൾ ആ ചോറുണ്ടോ, തലയ്ക്കകത്തുള്ള ചോറ്. നേരെ തലയ്ക്കകത്ത് എന്തരടാ കളിമണ്ണ് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ തലയ്ക്കകത്ത് തലച്ചോറ്, ചോറും കറിയും ഒക്കെയാണ് തലച്ചോറ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വെച്ച് കൊടുത്താണ് തലച്ചോറ്. തലയ്ക്കകത്തുള്ള ഈ സാധനം, തലയ്ക്കുള്ള പ്രാധാന്യം നമ്മൾ ചോറിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. തലയ്ക്കകത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്, ചോറാണ് ഇരിക്കുന്നത്, തലച്ചോറാണ് ഇരിക്കുന്നത്. തലച്ചോറ് കണ്ടിട്ടുള്ളൊരു കൈ ഉയർത്തിക്ക്. എങ്ങനെ ഇരിക്കും? പുട്ടും പയറും പോലെ ഇരിക്കും. എങ്ങനെ ഇരിക്കും തലച്ചോറ്? കുനുകുനായിരിക്കും. എങ്ങനെ ഇരിക്കും? കോളിഫ്ലവർ പോലെ ഇരിക്കും. നല്ല ഉദാഹരണമാണ്. അശോകൻ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു. കോളിഫ്ലവർ പോലെ ഇരിക്കുക എന്ന് വെച്ചിട്ട് അടുത്ത് തോരനൊന്നും വെച്ച് കളയരുത്. അമ്മേ, തലയ്ക്കകത്ത് കോളിഫ്ലവർ പോലത്തെ ഒരു സാധനമാണ്, ഇന്നത് തോരൻ വെച്ച് തരൂ അമ്മേ എന്നൊന്ന് വീട്ടിൽ പോയി പറയരുത്. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന തലച്ചോറിൻ്റെ ഘടനയാണ്. തലച്ചോറിൻ്റെ ഈ ചോറെന്ന് നമ്മൾ വിളിക്കുമെങ്കിൽ അതിനകത്ത് ചോറല്ല, നമ്മൾ പറഞ്ഞ വറ്റല്ല, അതിനകത്തുള്ള സാധനത്തിൻ്റെ പേരെന്താണ്? തലയ്ക്കകത്തുള്ള
കോശങ്ങളുണ്ട്, ഒരു പ്രത്യേകതരം കോശങ്ങളാണ്. സംവേദനക്ഷമതയുള്ള ഏതാണ്ട് ഇങ്ങനെ ഒരു റൗണ്ടും പിന്നെ കുറേ നീളവും വാലും ഒക്കെ ആയിട്ട് ഒരു ജീവിയെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഓ, പഴുതാര പോലെയൊക്കെ ഇരിക്കും. എന്താണ് എൻ്റെ പേര്? സാറ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ന്യൂറോൺ ഇല്ലേ? ന്യൂറോണിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇല്ല, എൻ്റെ ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിനൊരുപാട് ഒരു നീളമുള്ള ഒരു ഭാഗമുണ്ട്. അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് കുറേ വളരെ സൂക്ഷ്മമായ കുറേ നാരുകളുണ്ട്. എന്താണ്? നാരുകളുണ്ട്. ഈ നാരുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇല്ലേ? ഒരുപാട് ന്യൂറോൺ ഉണ്ട്. തലച്ചോറിനകത്ത് കോടാനുകോടി ന്യൂറോണുകളുണ്ട്. ഈ ന്യൂറോണുകളുടെ എല്ലാ നാരുകൾ എൻ്റെ ഇങ്ങനെ ഡെൻഡ്രൈറ്റ്സുകൾ എന്ന് പറയുന്ന നാരുകളാണ്. അതിൻ്റെ വാലറ്റത്ത് കുറേ കുഞ്ഞു നാരുണ്ട്. ഈ നാരുകൾ ഇങ്ങനെ പരസ്പരം ചേരാതെ ഇങ്ങനെ നിൽക്കും. ഈ ഒരു വിടവുണ്ട്, ഒരു സിനാപ്സ് എന്ന് പറയുന്ന വിടവ്. അവിടെ അസറ്റയിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഞെട്ടിപ്പിക്കാൻ വന്നതല്ല, കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിനകത്ത് ഫ്രീ ആയിട്ട് കിടക്കും. എന്നെ നിങ്ങൾ കണ്ടപ്പോൾ, ആദ്യമായിട്ട് സാറ എന്നെ കണ്ടപ്പോൾ, സാറയുടെ 2 ന്യൂറോണുകളുടെ അറ്റത്തുണ്ടായിരുന്ന 2 വ്യത്യസ്തമായ ന്യൂറോണുകളുടെ ഡെൻഡ്രൈറ്റുകൾ തമ്മിൽ എന്ത് ചെയ്തു? ഒരു സന്ദേശം കൈമാറി. എന്താണ് കൊടുത്തത്? വന്നു ഒരു കരിമൻ പള്ളിയിൽ ഇല്ലേ എന്ന് പറഞ്ഞു. അവിടെ ഒരു കെട്ടിട്ടു. ഞാൻ പറഞ്ഞ സിമ്പിളായിട്ടാണ്, കെട്ടല്ല, അതിന് വേറൊരു പ്രോസസ്സാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോളൂ. ഡെൻഡ്രൈറ്റുകൾ തമ്മിൽ കെട്ട്. നമ്മൾ ഒരാളെ കണ്ടപ്പം നമുക്ക് ആദ്യം എന്ത് തോന്നി? നിങ്ങളുടെ തലയിലൊരു കെട്ട്, ഒരു ബന്ധനം ഉണ്ടായി. എന്തുണ്ടായി? എന്നെ എന്നാണോ കണ്ടത് അന്നത്തെ ദിവസം ആദ്യത്തെ കാഴ്ചയിൽ നിങ്ങളുടെ തലയിൽ എന്തുണ്ടായി? ഒരു ബന്ധനം ഉണ്ടായി. ആര് തമ്മിലുള്ള ബന്ധനം? പൈശാചിക ബന്ധനമല്ല. ഇപ്പൊ പറഞ്ഞു, ഇവനെ കണ്ടപ്പോഴേ തോന്നി ഇവ ഒരു ബന്ധനത്തിന്റെ ആളാണ്, ഇവനെ കണ്ടാൽ തന്നെ ബന്ധനം ഉണ്ടാവും. ഇനി എത്ര പാസ്റ്റർമാരെ വിളിച്ച് ഉപവസിച്ചാലാണ് ഇനി ബന്ധനം ഒഴിയുക? ആ ബന്ധനമല്ല. ഒരാളിനെ കാണുന്ന മാത്രയിൽ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് 2 ഡെൻഡ്രൈറ്റുകൾ തമ്മിലൊരു കെട്ടുണ്ടാകും. എന്തുണ്ടാകും? കെട്ട് നടത്തി ഇല്ലേ? ആ കെട്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ കെട്ടാണ്, അത്ര ദൃഢമായ കെട്ടൊന്നുമില്ല. ആ കെട്ട് എങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? എങ്ങനെയാണ് കെട്ടി വെച്ചിരിക്കുന്നത്? നമ്മൾ ചിലപ്പോഴൊക്കെ അവിടെ നമ്മൾ ഈ ഓരോ സാധനങ്ങൾ വലിച്ചു കെട്ടുമ്പം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, അപ്പുറത്തെ സൈഡിൽ ടൈറ്റായിട്ട് കെട്ടരുത്, ഇവിടെ ടൈറ്റായിട്ട് കെട്ടിട്ട് അവിടെ നിന്ന് ലൂസാക്കിയിട്ട് കെട്ടി അതിനഴിച്ച് ഒന്നേന്ന് കെട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു കുഞ്ഞു കെട്ട് മാത്രമാണ് അവിടെ വീഴുന്നത്. ഈ കെട്ട് ആണ് ഒന്നാമത്തെ ഓർമ്മ. നിങ്ങൾക്ക് എൻ്റെ എന്ത് മാത്രമേ അറിയാവൂ? എൻ്റെ ഈ രൂപം മാത്രമേ അറിയാവൂ. അവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ല. ഞാനവിടെ പുറകിൽ വന്ന് കയറിയപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കി, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് തിരിഞ്ഞെന്നെ നോക്കിയപ്പോൾ എന്നെ കണ്ടു. സോ നിങ്ങൾക്ക് ആദ്യത്തെ കെട്ട് വീണു, അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി, നിങ്ങൾ വേറൊരു വഴിക്ക് പോയി. വീണ്ടും സാധനം വാങ്ങിക്കാൻ വേണ്ടി കമ്പനി മുക്കിലെ കടയിൽ, റേഷൻ കട കമ്പനി മുക്ക് തന്നെ ആണോ? മാറ്റണോ? വേണ്ട. ആ റേഷൻ കടയിലേക്ക് ചെല്ലുമ്പോൾ, പാവനൻ്റെ കടയിൽ നിൽക്കുമ്പോൾ ഞാൻ മണ്ണെണ്ണ വാങ്ങിക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സാറ എന്നെ വീണ്ടും കാണുന്നു. എന്നെ കാണുകയാണ് ചെയ്യുന്നത്. കാണുക മാത്രമല്ല, ഞാൻ മണ്ണെണ്ണ എന്ന് പറഞ്ഞ ശബ്ദം ആര് കേൾക്കുകയും ചെയ്തു ഇല്ലേ? അപ്പോൾ സാറ എന്നെ നോക്കി ചിരിച്ചു, ഞാൻ സാറയെ നോക്കി ചിരിച്ചു. ഇങ്ങനെ ആക്കി. 2ാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ സാറയുടെ തലച്ചോറിൽ 2ാമതൊരു കെട്ടുകൂടി വീണു. മനസ്സിലായോ? ഇങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു കാര്യത്തെ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ഒക്കെ ചെയ്യുന്നതനുസരിച്ച് തലച്ചോറിൽ കെട്ടുകൾ മുറുകയും കൂടുതൽ കെട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അർത്ഥം എന്താണ്? പിന്നെ എൻ്റെ പേരറിയാം, എൻ്റെ ജോലി അറിയാം, എൻ്റെ കുടുംബം അറിയാം, പിന്നെ എൻ്റെ റിലേഷൻസ് അറിയാം, എൻ്റെ സ്വഭാവം അറിയാം, എൻ്റെ ശബ്ദം അറിയാം, ഞാൻ ആരാണെന്നറിയാം. ഇങ്ങനെ കൃത്യമായി ഒരുപാട് വിവരങ്ങൾ വരും ബന്ധം മുറുകുന്നതോടുകൂടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം മറന്നുപോകും, പഠിച്ചപ്പം മറന്നുപോകും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇല്ലേ? നിങ്ങളുടെ പേര് എന്താണ്? പേര് നീ എന്നെ അരുണിമ എന്നല്ലേ? ഞാൻ പറയുന്നു നിന്റെ പേര് അരുണിമ എന്നല്ല. ആണോ? സുഗതകുമാരി എന്നല്ലേ പേര്? അല്ലേ? എന്ത്? എനിക്ക് തോന്നുന്നു സുഗതകുമാരി എന്ന പേരാണ് യോജിക്കുന്നത്. സുഗതകുമാരി എന്നാണ് പേര്, അരുണിമ എന്നല്ല. ഉറപ്പല്ലേ? നമ്മളെല്ലാവരും സുഗതകുമാരി എന്ന് വിളിച്ചാൽ പോരെ? എന്തുകൊണ്ടാണ് അരുണിമ ഇപ്പം ഒബ്ജക്റ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത എന്തുകൊണ്ടാണ്? അത് എൻ്റെ പേരല്ലാത്തതുകൊണ്ട്. ഇതെൻ്റെ പേര് അരുണിമയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ട്യൂഷൻ പോയി പഠിച്ചതാ? പിന്നെ 100 പ്രാവശ്യം താഴ്ത്താഴെ എഴുതി ഇമ്പോസിഷൻ എഴുതിയോ? അരുണിമ എന്നാണ് നിന്റെ പേരെന്ന് നിനക്കെങ്ങനെ അറിയാം? പറഞ്ഞോ, എങ്ങനെ അറിയാം?
നീ ജനിച്ച നാൾ മുതൽ നിന്നെ അരുണിമ എന്ന് വിളിക്കുന്നത് കേട്ട് ആ കെട്ട് എന്ത് ചെയ്തു പോയി? മുറിവ്. ഈ ബന്ധനം ഇനി അഴിക്കാൻ പറ്റില്ല. ഇനി എന്നെങ്കിലും തലയ്ക്ക് വശക്കേടായിട്ട് തട്ടുകൊല്ലം കിട്ടിയാൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ, മറന്നു പോവുള്ളൂ. അതല്ലാതെ മറക്കൂല. അച്ഛൻ്റെ പേര് മറന്നുപോയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഭക്ഷണം കഴിക്കാൻ മറക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. വസ്ത്രം ധരിക്കാൻ മറന്നുപോയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്കറിയാം, ഇല്ല, അങ്ങനെ ആരും ഇല്ല. നമ്മളിതെല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിരന്തരമായി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾക്ക് പരിചയമുണ്ട്. അപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്ക് ഇനി മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്കറിയാം. എൻ്റെ പേര് അറിഞ്ഞുകൂടാത്തവരൊന്ന് കൈ ഉയർത്തിക്കേ. എൻ്റെ പേര് അറിഞ്ഞുകൂടാത്തവർ ആരും ഇപ്പം നിലവിലുണ്ടാവില്ല. എൻ്റെ പേരറിയാം. കാരണം നിരന്തരമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് പാട്ട് പാടി, വർത്തമാനം പറഞ്ഞു, സങ്കീർത്തനം വായിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ നിങ്ങൾ തലയ്ക്കകത്ത് ഒരുപാട് കെട്ടുകളുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞു ഞാൻ അമേരിക്കയിലേക്ക് പോയി. ഇവനെയൊന്നും അമേരിക്കയിൽ എടുക്കൂലല്ല എന്നാണ് മനസ്സിലായിരിക്കണം. നീ അങ്ങ് ചെന്നാൽ മതി എടുത്തിരിക്കണം, ഇല്ലേ? അമേരിക്കയിലേക്ക് പോയെന്ന് വിചാരിക്കും. ഞാൻ അമേരിക്കയിൽ പോയിട്ടൊരു 20 വർഷം കഴിഞ്ഞ് വന്നു. അന്ന് നിങ്ങളൊക്കെ വലിയ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ആയി. അമ്മൂമ്മ ആവാറായില്ല, അമ്മമാരൊക്കെ ആയി. നിങ്ങളെ പ്രായമുള്ള കുട്ടികളുടെ അമ്മയായിട്ടൊക്കെ നിങ്ങളിരിക്കുമ്പോൾ 20 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരും. വഴിയിൽ വെച്ച് എന്നെ കണ്ടാൽ സാറൊക്കെ എന്നെ തിരിച്ചറിയാൻ കഴിയുമോ ഇല്ലയോ? വാട്ട് യു തിങ്ക്? 30 വർഷത്തിന് ശേഷം ഞാൻ എന്നെ വീണ്ടും കാണുകയാണ്. ഞാൻ ഗൾഫിൽ പോയിട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. അറിയാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ പലപ്പോഴും പലരെയും അറിയാം. അളിയാ എന്നൊക്കെ പറഞ്ഞൊരു അളിയാ എന്ന് വിളിക്കുന്ന ഒരു കാര്യം എൻ്റെ പേര് മറന്നു പോയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വഴിയിൽ വെച്ച് കാണുന്നു, കുറേ 10, 25, 35 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പണ്ട് കൂടെ പഠിച്ചവനൊക്കെ ഓടി വന്നിട്ട് അളിയാ നിന്നെ കണ്ടിട്ട് ഇത്ര നാളായി. പക്ഷേ പേരറിയാമെങ്കിൽ അവൻ വിളിക്കും, അളിയാന്ന് വിളിക്കൂല. എന്തെന്ന് വിളിക്കും? സാജ എന്ന് വിളിക്കും. പക്ഷെ അത് അറിഞ്ഞൂടാ. മനസ്സിലായി? പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അവൻ്റെ പേര് എനിക്ക് പറഞ്ഞൂടാ, പക്ഷെ അവൻ്റെ രൂപം അറിയാം. കാരണം നമ്മൾ വിഷ്വലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നമുക്ക് ഓർമ്മയുണ്ടാവും, പക്ഷെ മറ്റു കാര്യങ്ങളെല്ലാം മറന്നു പോകും. 30 വർഷത്തിന് ശേഷം നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ പേര് ചിലപ്പോൾ മറന്നു പോകും, മറ്റു വിവരങ്ങൾ മറന്നു പോകും. കാരണം എന്താ? കാണാതിരിക്കുമ്പോൾ തുടർച്ചയായി നമ്മൾ അനുഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് കെട്ടഴിഞ്ഞഴിഞ്ഞഴിഞ്ഞ് പോകും. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ മറന്നു പോകുന്നു. പഠിച്ച കാര്യങ്ങൾ മറക്കാറില്ല. സൈക്കിൾ ഓട്ടാൻ അറിയാവുന്ന ഒരു കൈ ഉയർത്തിക്കേ. ഇപ്പോൾ ഒരു സൈക്കിൾ ചെന്നാൽ ചവിട്ടുമോ? ഹാൻഡ് സ്റ്റെപ്പ്. ബ്ലസ്സിനെ എപ്പോഴാ സൈക്കിൾ ഓട്ടാൻ പഠിച്ചത്? എത്ര വർഷമായി കാണും? 10 വർഷത്തിൽ കൂടുതലായി സൈക്കിൾ ഓട്ടാൻ പഠിച്ചവൻ ഇന്നും അറിയാം. സൈക്കിൾ കൊണ്ട് 10 വർഷം കഴിഞ്ഞ് സൈക്കിൾ കൊണ്ടുവന്ന് കൊടുത്താലും അവൻ ചവിട്ടുന്നു. പക്ഷേ 10 വർഷം മുമ്പ് പഠിച്ച കവിതയുടെ 4 വരി എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. ഇതാണ് ഡിഫറൻസ്. പഠനം നടക്കുന്നത് 2 പ്രത്യേകതകളുണ്ട്. 1 നീഡ് ബേസ്ഡ് ആയിട്ടുള്ള പഠനവും 2 ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പഠനവും. ഇത് രണ്ടും മാത്രമേ നിലനിൽക്കൂ, ബാക്കിയുള്ളെല്ലാം മറന്നു പോകും. മനസ്സിലായ? നമ്മൾ പഠിച്ചപ്പോൾ മറന്നുപോയി എന്തുകൊണ്ടാണെന്ന് അറിയാമോ? 1 നമുക്ക് ആവശ്യകതയില്ല എന്ന് തോന്നി. അത് ആർക്ക് വേണ്ടിയാണ് പഠിച്ചത്? കിളവിയിടുന്ന വിളിയോട് വിളി രാവിലെ മുതൽ എടാ പഠിക്കണില്ലേടാ പഠിക്കണില്ലേടാ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ബുക്ക് കൊടുത്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നറിയാം, പഠിക്കുന്നുവെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നു, ഇല്ലേ? പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നു, 10ാം ക്ലാസ്സിൻ്റെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ട്യൂട്ടോറിയൽ വെച്ച് ഞാൻ ട്യൂട്ടോറിയൽ നടത്തും, പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദീപു എന്ന കുട്ടിയുടെ പേപ്പർ എടുക്കുന്നു. അവൻ പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല. ഇന്നലെ കല്യാണം കഴിഞ്ഞ ദീപു അല്ല, ഇതിൻ്റെ ദീപുവിനെ കുറിച്ച് പറഞ്ഞു സാർ ഇന്ന് ക്ലാസ്സിലെന്ന് പറഞ്ഞുള്ളത്. ആ ദീപു അല്ല, ഇത് വേറെ ദീപുവാണ്. പേപ്പർ എടുക്കുന്നു, ഇല്ലേ? 10ാം ക്ലാസ്സുകാരനാണ്. അവൻ എഴുതിയിരിക്കുന്നത് ആകെപ്പാടെ ഒരു റായുണ്ട്, ഒരു തായുണ്ട്, ഒരു വായുണ്ട്, ഒരു ടായുണ്ട്. ഇതെന്തിനാണെന്ന് അറിഞ്ഞുകൂടാത്ത കുറേ അക്ഷരങ്ങളുണ്ട്. ഇങ്ങനെ നിരത്തി എഴുതി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അർത്ഥപൂർണമായ ഒരു സെൻറ്റൻസ്, ഒരു വാക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അരമാർക്കെങ്കിലും ഇടാമെന്ന് പറഞ്ഞ് അവിടെ മുഴുവൻ അരിച്ചു പറക്കി മുക്കിളിയിട്ടൊക്കെ നോക്കി. ഒരു രക്ഷയില്ല. വട്ടപൂജ വിട്ടു വയ്ക്കുമ്പോഴാണ് ഏറ്റവും മുമ്പിൽ നിന്നൊരു ശബ്ദം, സർ ദീപു പഠിക്കുമോ? ആരാണ്? അവൻ്റെ അച്ഛൻ വന്നിരിക്കുകയാണ്. ഏക മകനിൽ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച് നിൽക്കുന്ന അച്ഛൻ വന്ന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ദീപ് പഠിക്കുമോ? കയ്യിലെ പട്ടപൂജ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുകയാണ്. പൂജ വിട്ട് തീർന്നതേ ഉള്ളൂ. എന്ത് ചെയ്യും? ഇയാൾ പഠിക്കൂല എന്ന്. നിങ്ങളമ്മ പഠിക്കൂല, അവൻ തൊലഞ്ഞവനാണ് എന്നെനിക്ക് പറയാൻ പറ്റുമോ? ഇവനെപ്പോലെ കന്നന്തിരി പിടിച്ച ഒരുത്തനുമില്ല. പക്ഷേ അങ്ങനെ പറയാൻ നമുക്ക് കഴിയില്ല അധ്യാപകർക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാളെ മുഖത്ത് നോക്കി കുഴപ്പമില്ല എന്ന് പറയുന്നു. അവൻ്റെ പേപ്പർ ആയോ സാർ? മാർക്കിട്ടോ സാർ? അപ്പോൾ ഉടനെ തന്നെ നോക്കിയിരിക്കണം. അവൻ്റെ പേപ്പറിൽ വട്ടപൂജ ഇട്ട് വെച്ചിട്ട് അവൻ പഠിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇടതുവശത്തൊരു ചെറിയ ഒന്നല്ല ഒരു വരയുമല്ല എന്ന മട്ടിലൊരു ചെറിയ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം പിന്നീട് അതിനെ വെട്ടിക്കളയണം. ഇവന് കൊടുക്കുമ്പോൾ 10 ആക്കി.
അപ്പോഴാണ് അവർ പറഞ്ഞത്, പഠിക്കും സാറേ. ഇപ്പം മത്സരിച്ച് പഠിക്കുകയാണ്. വീട്ടിൽ ഇരുന്ന് ഭയങ്കര പഠിത്തം, രാവിലെ എണീറ്റ് പഠിക്കും, വൈകുന്നേരം. രാവിലെ എണീറ്റ് അവൻ വേറെ വല്ലതും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ പാവപ്പെട്ട അച്ഛന്, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത അച്ഛൻ്റെ അടുത്ത് അവൻ പറഞ്ഞിരിക്കുന്നത് പഠിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ അവൻ ജയിക്കും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയുന്ന അച്ഛൻ്റെ മുമ്പിൽ 10 കൊടുക്കാൻ പറ്റില്ല. ഈ ഇതിനെ വളച്ച് 2ആക്കി 20, 50-ന് 20 അതാ പേപ്പർ എടുത്ത് കൊടുത്തു. അച്ഛൻ കണ്ട് സന്തോഷത്തോടുകൂടി പറയുന്നത്, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ 50-ന് 20എങ്കിലും ഇനി അടിച്ച് കയറിക്കോളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ജീവിതകാലത്ത് ഒരിക്കലും രക്ഷപ്പെടില്ല. അച്ഛനെയും അമ്മയും പറ്റിച്ച് പഠിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാക്കി അച്ഛൻ്റെ കയ്യിൽ നിന്ന് ടൈം ടേബിളിന് കാലൊടിഞ്ഞു പോയതുകൊണ്ട് പൈസ വാങ്ങിച്ചു, എൻ്റെ കാല് നന്നാക്കി കൊടുക്കണം, ടൈം ടേബിളിൻ്റെ കാലൊടിഞ്ഞ് കിടക്കുകയാണ്. അച്ഛൻ പണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ? ടൈം ടേബിളിൻ്റെ കാലൊടിച്ചവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ടൈം ടേബിളിൻ്റെ കാല് ഒടിച്ചു കളഞ്ഞാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിൽ ഒരു മഴയത്ത് പോലും കയറി നിന്നിട്ടില്ലാത്ത അച്ഛൻ്റെ അടുത്ത് മോൻ വിളിച്ചു പറയാണ്, ഇവിടെ ക്ലാസ്സിലെ ടൈം ടേബിളിൻ്റെ കാലൊടിഞ്ഞു പോയി, അത് നന്നാക്കാൻ ആൾക്ക് 500 രൂപ വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ അച്ഛൻ ഉടനെ എന്ത് ചെയ്യണം? 500 രൂപ വെച്ച് കൊടുക്കും. ഇങ്ങനെ പറ്റിച്ച് പൈസ വാങ്ങിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരാണ്. ഇവന് 0 മാർക്ക്. പക്ഷെ അധ്യാപകൻ എന്ന നിലയിൽ ഒരു രക്ഷകർത്താവിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ, അയാളെ ഒരു സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വെറുതെ മാർക്കിട്ട് അയാളെ കാണിക്കുന്നു. പബ്ലിക് പരീക്ഷ വരുന്നു, തോറ്റുപോകുന്നു. ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പം പഠിക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. പഠനം തമാശയല്ല. പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചതൊന്നും മറന്നിട്ടില്ല. നിങ്ങൾ തെറ്റായൊരു പ്രസ്താവനയാണ് പറഞ്ഞത്, പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മറക്കുമോ? നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, സഹോദരങ്ങളുടെ പേര് ഒക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ പഠിച്ചു. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മറന്നില്ല. സൈക്കിൾ ഓട്ടാനും നീന്താനും മരത്തിൽ കയറാനും ഒക്കെ നിങ്ങൾ പഠിച്ചു. അതൊന്നും എന്ത് ചെയ്തില്ല? മറന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പഠിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ എന്താണ് പഠിക്കാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം? ഓർമ്മയിൽ ഇരിക്കുന്നില്ല, മറന്നു പോകുന്നു എന്ന് പറയുന്ന ആള് ചെയ്യേണ്ട ഒരു കാര്യം റെക്കറൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് വ്യത്യസ്തമായ രീതിയിൽ അതിനെ എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് പഠിക്കണം. എന്ത് ചെയ്യണം? കണക്റ്റഡ് ആയിട്ട് പഠിക്കണം. പരസ്പര പൂരകങ്ങളായിട്ട് നമുക്ക് പരിചിതമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാൻ പറ്റൂലേ? ഇന്ന് വായിച്ച കാര്യം ഇനി വർഷാവസാനമേ നിങ്ങൾ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? 10 മാസം 12 മാസം നമ്മുടെ മനസ്സിലിരിക്കുമോ? ഒരിക്കലും ഇരിക്കൂല. കാരണം നമ്മൾ അത്രയും നീഡ് ബേസ്ഡ് ആയിട്ട് പഠിച്ചൊരു കാര്യമല്ല. സൈക്കിൾ ചവിട്ടിയ കാര്യം മറക്കാത്തത്, സൈക്കിൾ പഠനം എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യത്തിന് പഠിച്ചതാണ്. നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ സൈക്കിൾ ചവിട്ടണമെന്ന്? നിങ്ങളുടെ അടുത്ത് അപ്പം പറഞ്ഞു, എടാ വന്ന് വീഴും, സൈക്കിൾ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്തു? സൈക്കിൾ ചവിട്ടരുതെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? സൈക്കിൾ ചവിട്ടും. മരത്തിൽ കയറാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? മരത്തിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്തു? നിർബന്ധപൂർവ്വം മരത്തിൽ കയറി. അങ്ങനെ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ട്. അപ്പം നീഡ് ബേസ്ഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കും. താല്പര്യമുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കും. അത് മറക്കൂല. പക്ഷേ നമ്മൾ പാഠപുസ്തകം എന്ന് പറയുന്നത് നമ്മൾ വെറുക്കപ്പെട്ട സാധനമാണ്, ഇല്ലേ? പാഠപുസ്തകങ്ങളുടെ മറവി എന്താ പ്രശ്നം? ഉറക്കം വരാത്തപ്പം പാഠപുസ്തകം എടുത്തു വെച്ചാൽ നമുക്ക് എന്ത് വരും? ഉറക്കം വരും. അതങ്ങനെയാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. ബാക്കി ഏത് പുസ്തകമായാലും തന്നെ. പണ്ട് ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ബാലരമ വായിക്കും, പൂമ്പാറ്റ വായിക്കും, അതൊക്കെ നമുക്ക് വായിക്കാം. പക്ഷെ മനോരമ, മനോരാജ്യം, മംഗളം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ അപ്പൂപ്പന്മാരും അമ്മുമ്മമാരും അമ്മായിമാരും അച്ഛനും ചേട്ടന്മാരും ഒക്കെ, കസിൻസൊക്കെ വായിക്കും, മുതിർന്ന ആളുകൾ വായിക്കും. പക്ഷെ അത് എന്ത് ചെയ്യാൻ പാടില്ല? കുട്ടികൾ വായിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ആ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനത്തെ അവർ പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എത്ര മുകളിൽ വാരിയിലൊക്കെ വെച്ചിട്ട് പോകും. അച്ഛൻ പോകുമ്പോൾ വാരിയിലൊക്കെ, പണ്ട് വാരി എന്ന് പറഞ്ഞറിയാം, വാരി ഈ ഓല ഇട്ട ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇടയിൽ ശരി വെച്ചിട്ട് പോകും. നമ്മൾ ഒരു ഡെസ്ക് ഇട്ട് അതിൻ്റെ പുറത്ത് ഒരു കസേര ഇട്ട് അതിൻ്റെ മണ്ടയിൽ കയറി, അല്ലെങ്കിൽ ഏണിയെടുത്ത് വെച്ച് അതിൻ്റെ മണ്ടയിൽ കയറി അതെടുത്ത് വെച്ച് വായിച്ചിട്ട് തിരിച്ച് അതുപോലെ മടക്കി വയ്ക്കും. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. അപ്പം മറക്കാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ച് പഠിക്കണം. ഒരു പ്രാവശ്യം പഠിച്ച കാര്യത്തെ വീണ്ടും വീണ്ടും പല സന്ദർഭങ്ങളിൽ വായിക്കണം. നേരത്തെ സാറ എന്നെ ഓർത്തല്ലോ, എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നത്? വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്നെ കണ്ടപ്പോഴാണ്, എൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ്, നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴാണ്, നമ്മൾ സൗഹൃദത്തിൽ ഇടപഴകിയപ്പോഴാണ് എന്ത് ചെയ്തത്? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തലച്ചോറിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിഞ്ഞത്. നമ്മളെല്ലാം വിചാരിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യല്ല, ഇതിങ്ങനെ ഇങ്ങനെ കൂട്ടി 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 വയ്ക്കുമെന്നല്ലേ? തലച്ചോറിൽ ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നു എന്നല്ലേ നമ്മൾ വിചാരിച്ചത്? അലമാരയിലൊക്കെ സാധനങ്ങൾ അടുക്കി വയ്ക്കും പോലെ, അങ്ങനല്ലേ?
ഓർമ്മയെന്ന് പറഞ്ഞാൽ തലച്ചോറിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നു എന്നല്ലേ നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടി വെച്ചാൽ എന്താ സംഭവിക്കുക? കൂട്ടി വെച്ചാൽ എന്താ സംഭവിക്കും? തലച്ചോറ് വലുതായി വീർത്ത് വലിയ മത്തങ്ങ പോലെ ആകും, തല വലുതാവും. കൂടുതൽ ഓർമ്മയുള്ള ആൾക്ക് രണ്ട് സൈഡിൽ ഇവിടെയൊക്കെ താങ്ങ്, ഇവിടെ ഒരു താങ്ങ്. ഈ കൊലയ്ക്കൊക്കെ അടവയ്ക്കുമ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുക. അപ്പോൾ ചോദിക്കും, എന്ത് പറ്റിയുടെ സാഹച, എനിക്ക് ഭയങ്കര ഓർമ്മയാണ് എന്ന് പറയേണ്ടി വരും. തല വലുതായി പോകും. അതൊരു രോഗമാണ്. പക്ഷെ തല വലുതാവാതെ തന്നെ എന്ത് ചെയ്യുന്നു? കേവലം കെട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ബന്ധനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഓർമ്മ നിലനിർത്തുന്നു. ഈ ബന്ധനങ്ങൾ ശക്തിപ്പെടുത്തലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ഇതിനെ റിവൈൻഡ് ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ വീണ്ടും ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ പഠിച്ച കാര്യം അല്ലെങ്കിൽ ഇന്നലെ പഠിച്ച കാര്യം ഇന്നും കൂടി വായിച്ചു, വീണ്ടും ഒരു പ്രാവശ്യം കൂടി വായിച്ചു, അത് കേട്ടു. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് മറ്റ് ഒരുപാട് വിഷയങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത് വരുന്നു, പഠിപ്പിക്കുന്ന ബൈബിൾ ഭാഗം കുഞ്ഞുമക്കളിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ അവർ മറന്നു പോകുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. പക്ഷെ പഠിപ്പിക്കുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാനാണ് ഇഷ്ടം? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാനാണ് ഇഷ്ടം? എങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാര്യം? ഉണ്ടോ? കേട്ടാൽ ഇഷ്ടമായിട്ട് പഠിക്കാൻ പറ്റും. കേട്ടതെല്ലാം ഞാൻ ഓർമ്മിച്ചു വെക്കും. എത്ര പേർക്ക് പറ്റും അത്? പറ്റുമോ? എഴുതിയും വായിച്ചും എനിക്ക് പഠിക്കാൻ പറ്റും. എഴുതി വായിച്ച് പഠിക്കാൻ പറ്റും. ശരി. ഏതെങ്കിലും വീഡിയോസ് ആയിട്ട് കണ്ടാലാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവുക. വീഡിയോസൊക്കെ ആയിട്ട് കണ്ട് അത് പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. ചിത്രങ്ങൾ, അതൊക്കെ ഉണ്ടാ, അങ്ങനെയുണ്ട്. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താലേ അതെനിക്ക് മനസ്സിലാവുള്ളൂ. എത്ര പേരുണ്ട് അങ്ങനെ? എത്ര പേരുണ്ട് അങ്ങനെയുണ്ട്? ആക്ടിവിറ്റീസ് ചെയ്താലാണ് പഠിക്കുക. അപ്പം നിങ്ങൾ എന്ത് രീതിയിൽ ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഏത് രീതിയിലുള്ള പഠിതാവാണ്? പ്രധാനമായിട്ടും നമുക്കൊരു 4 രീതിയിൽ നമുക്ക് പഠിതാവ്. ഒന്ന്, എഴുത്തും വായനയും തന്നെയാണ്, അല്ലേ? നമ്മളുടെ അടുത്ത് എപ്പോഴും എല്ലാവരും പറയുന്നത് എന്താണ്? നോട്ട് എഴുതുക, അത് വായിക്കുക. ഇതാണ് നമ്മുടെ ഒരു പരമ്പരാഗത ശൈലി. ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്, കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ വെച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വീഡിയോസ് ഇറക്കിയിട്ട് ആ വീഡിയോസ് കാണിച്ച് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. അതിലെല്ലാം വിഷ്വൽസ് ആണ്. അപ്പം വിഷ്വൽ ലേണിംഗ് ഉണ്ട്, കേൾവിയുണ്ട്. ചില ആളുകൾക്ക് കേട്ടാൽ മതി, എന്തെങ്കിലും നല്ല പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ട്, ഇല്ലേ? കേൾവി ഇഷ്ടമുള്ള ആളുകൾ, അവിടെ ദൃശ്യമൊന്നും വേണ്ട. പക്ഷെ ചിലർക്ക് അത് പറ്റൂല. കേട്ടോണ്ടിരുന്ന കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് കോട്ടുവായിടും. അവർക്ക് എന്തെങ്കിലും കണ്ടാലേ പറ്റൂ. ചിലർക്ക് അങ്ങനെ ഒരിടത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റൂല. എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടിരിക്കും. ചില ആളുകൾ പഠിക്കുമ്പോൾ നടന്ന് പഠിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നടന്ന് പഠിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? നടന്ന് പെടുക്കുന്നവരല്ല, നടന്ന് പഠിക്കുന്നവർ. എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇയാൾ എങ്ങനെ അറിയുന്നു? നടന്ന് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചില ടെറസിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നടക്കുമല്ലോ, ഇങ്ങനെ നടക്കുള്ളൂ. ഒരിടത്ത് ഇരുന്ന് പഠിക്കും. ഇത് ദേ ആർ കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്നാണ് അവർ പറയുക. കൈനസ്തെറ്റിക്കൽ അതെന്താണ്? എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് പറ്റും. ക്ലാസ് മുറിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അതുമായി ബന്ധപ്പെടുത്തി ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റും. അപ്പം ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടി ഏതുതരം ലേണറാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അവന് കേൾവിയാണോ, അവന് കാഴ്ചയാണോ, അവന് പ്രവർത്തനമാണോ, അതോ എഴുത്തും വായനയും കൊണ്ട് അവന് പഠിക്കാൻ പറ്റുമോ? എങ്കിലൊക്കെ മനസ്സിലായ അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് എളുപ്പമാകും. ഒരു ചിത്രം കാണിച്ചു കൊടുത്താൽ ചിലപ്പം ഈ വിഷ്വൽ ലേണേഴ്സിന് ഭയങ്കര സംഭവമായിരിക്കും. ഒരു ഓഡിയോ കേൾപ്പിച്ചാൽ ഈ ഓഡിറ്ററി ലേണേഴ്സിന്, കേൾവിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഓർമ്മയായിരിക്കും. അത് പിന്നെ ഒരിക്കലും മറക്കൂല. ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഇരുത്തി അല്ലെങ്കിൽ അങ്ങോട്ട് നടത്തിച്ച് അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പാക്കിയിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഒരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മനസ്സിലത് നിൽക്കും. മനസ്സിലായോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും കൈനസ്തെറ്റിക് ലേണേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇരുന്ന് വായിക്കാനോ പഠിക്കാനോ പറ്റില്ല. അവരെന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അവർ നടക്കും, അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. അപ്പുറത്തെ വീട്ടുകാരും അപ്പുറത്തേക്ക് ആ പെണ്ണ് രാവിലെ മുതൽ ആ ടെറസിൻ്റെ മണ്ടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? നമ്മൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അത് അവരുടെ ഒരു ഇതാണ്. ചില ആളുകൾക്കാണെങ്കിൽ ഓഡിറ്ററി ലേണേഴ്സിനാണെങ്കിലും സൗണ്ട് കേൾപ്പിച്ച് തന്നെ വായിക്കണം. മനസ്സിലായ? ചില ആളുകൾക്ക് ഉറക്കെ വായിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാവുള്ളൂ. പക്ഷേ ചില ആളുകൾക്ക് ഉറക്കെ വായിച്ചാൽ ഒന്നും
മനസ്സിലാവൂല. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു വയസ്സായ അമ്മച്ചി വീട്ടിലുണ്ടെങ്കിൽ പണി പാളി. ഇവൻ വാട്ട് കൈൻഡ് ഓഫ് എ ലേണർ ഈസ്, അത് അറിയില്ല, അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാ. അമ്മച്ചി പറയും പണ്ടൊക്കെ നമ്മൾ വായിക്കുമ്പം വലിച്ച് വായിക്കുമായിരുന്നു, മനസ്സിലായ? അപ്പോൾ വലിച്ച് വായിക്കാത്തത് കൊണ്ട് ഇവൻ പഠിക്കുന്നില്ല. ബട്ട് ഇവൻ എന്താണ്, ഇവൻ റീഡിങ് റൈറ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ലേണറാണ്. അവന് വെറുതെ എന്ത് ചെയ്താൽ മതി, സൈലൻറ്റ് റീഡിങ്ങിലൂടെ അവന് വായിക്കാൻ പറ്റുമെന്നിരിക്കെ അവനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആര്? ഈ അമ്മച്ചി. എന്തിനായിരിക്കും? അമ്മച്ചി തന്നെ ആവണമെന്നില്ല, അപ്പൂപ്പനാകാം, ചിലപ്പോൾ അച്ഛനാകാം, അമ്മയാവാം. 10-30 വയസ്സായ ഒരു അമ്മയൊക്കെ ചിലപ്പം അമ്മുമ്മയെക്കാളും വലിയ ചൊറിയായിരിക്കും വീട്ടിനകത്ത്, മനസ്സിലായ? അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അമ്മമാരെ അറിയാൻ വേണ്ടി പറയുകയാണ്, മക്കളുടെ പഠനത്തിൻ്റെ രീതികൾ, പഠനം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ 24 മണിക്കൂറും വായിച്ചു കൊണ്ടിരിക്കുന്നതല്ല എന്താണ് പഠനം. 2, പഠനത്തിന് ഇടവേളകൾ ആവശ്യമാണ്. കുട്ടികൾ ചിലപ്പോൾ ഒന്ന് കളിക്കാൻ വേണ്ടി 5 മിനിറ്റ് പുറത്ത് പോവുകയോ ഒരു അല്പസമയം മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയോ പടം വരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ഭയങ്കര ഭീകരം. അത് ഈ അമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അമ്മമാർ കുട്ടികളെ ജനിക്കുന്നത് വരെ അവരെ സ്നേഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, ജനിക്കുന്നത് വരെ 9-9.5 മാസം വയറ്റി കൊണ്ട് നടക്കുമ്പോഴെല്ലാം ഭയങ്കര ചെല്ലമാണ്. മക്കളെ നീ വന്നാൽ മതിയടാ, നിന്നെ ഞങ്ങൾ സ്നേഹിച്ച് കൊല്ലുമുടാ എന്ന് പറയുന്ന തള്ള എന്നാണോ യവനെ നേഴ്സറിയിൽ ഒരു 3 വയസ്സ് വരെയൊക്കെ കഷ്ടിച്ച് സ്നേഹിക്കും. അത് കഴിഞ്ഞ് ഒരു 3 വയസ്സ് കഴിയുമ്പോൾ ഒരു 3.5 വയസ്സൊക്കെ ആയി അംഗനവാടിയിൽ ചേർക്കുന്ന പ്രായം മുതൽ, അല്ലെങ്കിൽ പ്രീ KGയിൽ ചേർക്കുന്ന പ്രായം മുതൽ ഇവരെ കാണപ്പെട്ട ദൈവം എന്നൊക്കെ പറയും പോലെ കാണപ്പെട്ട ശത്രുവിനെ ഈ കൊച്ചാണ്. ഈ കൊച്ചു ചെയ്യുന്നത് എല്ലാം തെറ്റാണ്. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ആക്ടിവിറ്റീസ്, ഞാൻ ഈ പറഞ്ഞ കൈനസ്തെറ്റിക് ലേണേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവരെപ്പോഴും എന്ത് ചെയ്യുമെന്നറിയാമോ, അവരെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പഠിക്കാനുള്ള കാര്യങ്ങളുടെ ഭാഗമായി തന്നെ അവർ ആക്ടിവിറ്റീസ് ചെയ്യും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ പുറത്തു പോയി അവൻ പൂക്കളോട് വർത്തമാനം പറയും. ചിലപ്പോൾ അവൻ പഠിച്ച ഒരു 4 വരി പാട്ട് അവനെ കേൾപ്പിക്കാൻ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ, ഞാൻ ചോദിക്കട്ടെ, കുട്ടികളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മമാരാരെങ്കിലും കുട്ടികളെ കേൾക്കുന്നവരുണ്ടോ? പട്ടി കുരച്ചാൽ കേൾക്കും, പക്ഷെ കുട്ടി പറഞ്ഞാൽ കേൾക്കൂല. കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മമാരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എത്ര അമ്മയുണ്ട്? ഏതെങ്കിലും ഒരു അമ്മ കുട്ടികളോട്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞപ്പോൾ അച്ഛന്മാരെല്ലാം ചിരിക്കട്ടെ, ഞങ്ങളൊക്കെ ഇടില്ലെങ്കിൽ അമ്മമാരുടെ കാര്യമാണ് പ്രശ്നം, ദേ ആർ പ്രോബ്ലമാറ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അച്ഛനായാലും അമ്മയായാലും കുട്ടികളോട് സൗമനസ്യത്തോടു കൂടി സംസാരിക്കാറുണ്ടോ? അവിടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറുണ്ടോ? അതില്ല, ഇല്ലെന്നുള്ളതാണ്. നമുക്ക് സമയമില്ലെന്ന് പറയും, ഞങ്ങൾക്ക് ഒരുപാട് തിരക്കാണ് എന്ന് പറയും. അപ്പം മക്കളെ അടുത്തിരുത്താറില്ല, മക്കളെ ആശ്ലേഷിക്കാറില്ല, മക്കളെ മടിയിലിരുത്തൂല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു എന്തോ വേറൊരു ക്യാരക്ടറാണ്. അച്ഛൻ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് സംസാരിക്കാതെ ഗൗരവത്തിൽ ഇവിടെ പോയിടാ, എപ്പോൾ ഒന്നു ഇങ്ങനെയൊക്കെ ചോദിച്ച് കട്ടയ്ക്ക് മസിൽ പിടിച്ച് നിൽക്കണം. അമ്മയാണെങ്കിൽ വളവള വർത്താനം പറഞ്ഞ് ഈ ചൊറിയണം വാരി എറിയുന്ന വർത്തമാനം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു സങ്കല്പമേ കളയൂ. യു ആർ ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ചിൽഡ്രൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളാണ് കുട്ടികളോട് സംസാരിക്കാൻ. നോക്കൂ, കഴിഞ്ഞ ദിവസം, ഞാൻ വിഷയത്തിൽ നിന്ന് ഒരല്പം മാറിയതാണ് പറയുന്നത്, കഴിഞ്ഞ ദിവസം 17 വയസ്സുള്ള ഒരു കുട്ടി 41 വയസ്സുള്ള ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി. അവർ ജീവിച്ചില്ല. എവിടെ പോയെന്നറിയാമോ? എവിടെ പോയി? ഒക്കെ ആരറിയേ? പത്രം വായിച്ച ഞങ്ങള് വാർത്ത കണ്ടോ? 17 വയസ്സുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞാൽ +2 പ്രായത്തിലുള്ളൊരു കുട്ടി, 41 വയസ്സുള്ള ഒരു പയ്യൻ എന്നൊന്ന് പറയാൻ എന്നെക്കാളൊക്കെ ഒരു 10 വയസ്സിന് ഇളയ ഒരു മധ്യവയസ്കൻ. 41 എന്നൊക്കെ പറയുമ്പോൾ ആയുസിൻ്റെ പകുതിയല്ല, 80 വയസ്സ് വരെ ഒന്നും ജീവിക്കില്ല. ആയുസിൻ്റെ പകുതി കൂടുതലായ ഒരുത്തൻ്റെ കൂടെ, അതായത് ആയ കാലത്ത് ഇവൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ പ്രായമുള്ള കുട്ടി അല്ലെങ്കിലും ഉണ്ടാവുമായിരുന്നു. ആ ഒരുത്തൻ്റെ കൂടെ പോയി, ജീവിച്ചില്ല, ട്രെയിനിൻ്റെ അടിയിൽ ചാടി മരിച്ചു. വല്ല കാര്യമുള്ളൂ? 17 വയസ്സുള്ളൊരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി 41 വയസ്സുകാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിരി വരും. ഓക്കെ, സമ്മതിച്ചു. അവനെ പോലീസ് പിടിക്കും, പോക്സോ കേസിൽ അറസ്റ്റ് ആവും, 18 വയസ്സ് പൂർത്തിയാകാത്തതുണ്ട്. പക്ഷേ 17 വയസ്സുള്ളൊരു കുട്ടി 41 വയസ്സുകാരനൊപ്പം പോയി എന്ത് ചെയ്തിരിക്കുന്നു? ട്രെയിനിനടിയിൽ ചാടി. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാടി എന്ന് പറഞ്ഞപ്പോൾ ഇവൾ ഇറങ്ങിപ്പോയി. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവളുടെ പ്രശ്നം എന്താണ്? ഈ 41 വയസ്സുകാരനുമായിട്ട് എന്ത് തരത്തിലുള്ള ബന്ധമാണെന്ന് അറിയാൻ അമ്മയ്ക്കും അച്ഛനും കഴിയുന്നില്ല. അച്ഛനും അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അപ്പം മക്കൾ കരുതേണ്ട ഒരു കാര്യം, 2 കൂട്ടർ ഇരിക്കുന്നുണ്ട് ഞാൻ പറയുവാണ്. മക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതലായി സംവദിക്കേണ്ടത്, വർത്തമാനം പറയേണ്ടത്, നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് ആരോടാണ്? അച്ഛനോടും അമ്മയോടുമാണ്. മനസ്സിലായ? നിങ്ങൾക്ക് ഈ വഴിയിൽ കാണുന്ന സൗഹൃദങ്ങളും
റോട്ടരിവിൽ ആട്ടോയിലിരുന്ന് ചിരിക്കുന്ന മാമൻ്റെ ചിരിയും ഒക്കെ ഇപ്പോൾ കൗതുകകരമായി തോന്നുമെങ്കിലും പിന്നീട് അത് അപകടത്തിലേക്ക് പോകും. നോക്കൂ, 17 വയസ്സായ ഒരു പെൺകുട്ടി ഈ പ്രായത്തിൽ ഇങ്ങനെ അച്ഛനാകാൻ പ്രായമുള്ള ഒരാളുടെ കൂടെ ഇപ്പോൾ ഇറങ്ങിപ്പോകണമെങ്കിൽ എന്ത് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പമാണ്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ച് കളയരുത്. IB ഉദ്യോഗസ്ഥയാണ് അടുത്ത കാലത്തായിട്ട് ഇതുപോലെ ട്രെയിന് മുന്നിൽ ചാടി മരിച്ചത്. ആ പെൺകുട്ടി നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അവൾ പോലും ഇതുപോലെ ഒരുത്തൻ്റെ വലയിൽ ചാടി. ഒരു കോന്തൻ. അവനെ ഈ അടുത്ത കാലത്ത് അവനെ TV-യിൽ കാണിച്ചപ്പോഴാണ് വിചാരിച്ചു, ഇവന് ആൾ. ഞാൻ വിചാരിച്ചു വല്ല മമ്മൂട്ടിയെ പോലെ സുന്ദരനായ ആരെങ്കിലും ആയിരിക്കും. ഒന്നുമല്ല, എണീറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരുത്തൻ്റെ വലയിൽ വീണു. എന്നിട്ട് പറയുന്നു, നീ എന്ന് മരിക്കും. അവളെയും കൊണ്ട് നടന്ന് അവളുടെ പൈസയും വഞ്ചിച്ച് അവളുടെ ശരീരത്തെയും അപഹരിച്ചെടുത്ത് അവളുടെ മാനവും അപഹരിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞപ്പം കരിമ്പും ചണ്ടി പോലെ കളഞ്ഞിട്ട് അവൻ ചോദിക്കുന്നു, നീ എന്ന് മരിക്കും. എവളെ മറുപടി, ആഗസ്റ്റ് 9 ചേട്ടന് ഇഷ്ടമെങ്കിൽ ആഗസ്റ്റ് 9 ഞാൻ മരിച്ച് എന്നേക്കുമായി മാറിത്തരാം. വേറെ ഒരു പണിയുമില്ലേ പിള്ളേരെ? നിങ്ങൾ അന്തസ്സായിട്ട് പഠിച്ചൊരു ജോലിയൊക്കെ ഉണ്ട്, നല്ല ഗംഭീരമായിട്ട് പോടാന്ന് പറഞ്ഞ് അവന് കാറ് തുപ്പി കളഞ്ഞിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നതിന് പകരം മരിച്ച് ഞാൻ ഒഴിവായി തരാം കേട്ടാ എന്ന് പറയുന്നത് എന്തൊരു വിധേയത്വം. ഇങ്ങനെയൊന്നും അല്ലെന്നേ. ചീള് കേസായിട്ട് മാറരുത് നിങ്ങൾ. ഞാൻ ഈ പറയുന്നു, പെൺകുട്ടികളൊന്നും ആരുടെയും ഡിസ്പോസബിൾ ഐറ്റംസ് അല്ല. ഓരോ പെൺകുട്ടിയും മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, ഞാൻ അന്തസ്സുള്ളൊരു പെൺകുട്ടിയാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ജന്മം തന്നതിനെ ഇതുവരെ വളർത്തിയെങ്കിൽ ഞാൻ അവർ പറയുന്നത് കേൾക്കൂ. എൻ്റെ അടുത്ത് ആര് ചിരിച്ചാലും എനിക്ക് ആവശ്യമില്ലാത്തടത്ത് ചിരിക്കേണ്ട കാര്യമില്ല. ആരോടും എനിക്ക് ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് എല്ലാവരോടും സൗഹൃദമൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതങ്ങോട്ട് പോകരുത്. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് അച്ഛനും അമ്മയുമാണ്. പക്ഷെ പറഞ്ഞു കൊടുക്കാറില്ല, ഇല്ലേ? ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പം നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് അമ്മ സൗമനസ്യത്തോടു കൂടി സംസാരിക്കുന്നു, ഇല്ലേ? കുട്ടികൾക്ക് പറയാൻ അവസരം കൊടുക്കുന്നു. കുട്ടികളെല്ലാം പറയണം, അമ്മമാരോട് പറയണം, ഇല്ലേ? അമ്മ, ഞാൻ ഇന്നാണെങ്കിലേ കുളത്തിൻ്റെ കരയിൽ കൂടെ ഇങ്ങനെ വന്നപ്പോഴേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ തള്ള ഉടനെ തന്നെ ചാടി തുടുപ്പൊക്കെ എടുത്ത് കൊടുത്ത്, എൻ്റെ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുളത്തിൻ്റെ കരയിൽ കൂടി വരരുത്. ആ കുളത്തിൻ്റെ ചരിത്രം നിനക്കറിയാമോ? അതിൻ്റെ ഭൂമിശാസ്ത്രം അറിയാമോ? അതിൽ എത്രയാൾ മുങ്ങി മരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? 1947 എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങുന്നതോടുകൂടി എവൾ വിചാരിക്കും, കള്ളക്കിളവീരെടുത്ത് വർത്തമാനം പറയാൻ പോയ എന്നെ വേണം അടിക്കാൻ, ഇനി മേലിൽ പറയില്ല എന്ന് എവളങ്ങ് ഫിക്സ് ചെയ്യും. പക്ഷേ അവിടെ ഇരുത്തിയിട്ട് പറ, കുളത്തിൻ്റെ ഇലയിൽ കൂടെ വന്നപ്പം അപ്പോഴാണ് അതിലേക്ക് കൂടെ ഒരു മാമനെ, ആ മാമൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഉത്തരവാദിയാണ്. കുട്ടികളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അമ്മ പറയുന്നു, മക്കളെ നമുക്ക് അത് അടി കൊടുക്കാം കേട്ടോ, ഇനി അങ്ങനെ ചെയ്യും. പിന്നെ മക്കളെ, ഈ ആ കുളത്തിൻ്റെ കരയിൽ കൂടെ ഇനി വരണ്ടേ, അതൊന്നേ അമ്മ പറഞ്ഞല്ല, അവൾ ഭയങ്കരമായിട്ട് ആഴമുള്ള മുങ്ങിച്ച എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നതിനെ എല്ലാം ബ്ലോക്ക് ചെയ്യുന്ന ബ്ലാക്ക് ഓഫീസറായാൽ പിന്നെ രക്ഷയില്ല. കുട്ടികളിത് പറയാതെ മനസ്സിൽ ഒതുക്കി വെച്ച് അവർക്ക് പറയാനുള്ളതെല്ലാം പറയാൻ വേറൊരാൾ 41 വയസ്സായ മാമ അപ്പോഴാണ് ആട്ടോയിലിരുന്ന് ചിരിച്ചു, ഇനി വാ, എന്ത് നിൻ്റെ മുഖം വാടിയിരിക്കണേ, അത് എൻ്റെ തള്ള ഇങ്ങനെയാണ്, എൻ്റെ അച്ഛൻ ഇങ്ങനെ രാത്രി കുടിച്ചും കൊണ്ടുവന്നു ഭയങ്കര ബഹളം, കുടിക്കുമല്ലേ, അമ്മോ കുടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ഇരി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവരെ വശീകരിച്ച് വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് നമ്മൾ സംസാരിക്കത്തുണ്ടാകും. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും തുറന്നു പറയുകയും അച്ഛനും അമ്മയും അത് കേൾക്കാൻ നല്ല സൗമനസ്യം ഉണ്ടാവുകയും ചെയ്താൽ ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പഠനമെന്ന് പറയുന്നത് കേവലം യാന്ത്രികമായൊരു പ്രക്രിയയല്ല. അത് കേവലം പള്ളിക്കൂടത്തിൽ മാത്രം നടക്കുന്നൊരു പ്രക്രിയയല്ല. അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കുട്ടിയെ ജനിപ്പിച്ച അച്ഛൻ്റെയും അമ്മയുടെയും പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെയും സമൂഹത്തിൻ്റെയും കൂട്ടുത്തരവാദിത്തമാണ് പഠനം. നമ്മൾ മറന്നുപോയതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. നമ്മൾ മറന്നുപോയി എന്താ, നമ്മളാകെപ്പാടെ എന്ത് ചെയ്തോളൂ, ക്ലാസ്സിൽ ഇരുന്ന് കേട്ടു, ഇല്ലേ? അത് കുറച്ച് നേരം കേട്ടു. സാറ് വന്ന് പറഞ്ഞു. ഓരോ സാറന്മാർ പറയുന്നതും ഈ സിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ലിപ്സ്റ്റിക് ഇട്ട ചില ടീച്ചർമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിയിറക്കി +2 ഉള്ള ആളുകൾ ഇംഗ്ലീഷ് അല്ലാതെ അവരുടെ വായിൽ നിന്നൊന്നും വരില്ല. അത് അങ്ങനെയൊക്കെ അതൊക്കെ വെറും ജാടയാണ്. എല്ലാവർക്കും മലയാളം അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഉണ്ടോ? പിണ്ടം. എന്താണ് പിണ്ടം? ആന ഇടുന്നതിന് പിണ്ടം എന്ന് പറയും. അതാണ് മാസ് എന്നുള്ളതിൻ്റെ മലയാളമാണ് ഏത്? പിണ്ടം. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസൊക്കെ നമ്മൾ വേറെ, കൊല മാസ് വേറെയായി, സീനായി, ഡാർക്കായി, ഇതൊക്കെ വേറെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മാസിൻ്റെ മലയാളമാണ് പിണ്ടം. പക്ഷേ നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്നൊരു കുട്ടിക്ക് പിണ്ടം എന്നാണ് അവൻ പിടിച്ചു വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് പിണ്ടം മാറി എന്തായി? മാസായി. അവനത് മനസ്സിലായില്ല. പക്ഷേ ഈ ടീച്ചർ ഒന്നും ഒരു വാക്ക് പറഞ്ഞു കൊടുത്താൽ മതി, മാസം എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ മലയാളത്തിൽ പഠിച്ച പിണ്ടമാണ്, 10ൽ പഠിച്ച പിണ്ടമാണ് ഇതെന്ന്. പക്ഷേ +2 ചെല്ലുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അവസ്ഥ ഇതാണ്. അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പം ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഇല്ലേ, ഇംഗ്ലീഷ് മാത്രം പറയുന്നവർ, പിന്നെ അച്ചടി ഭാഷയിൽ മാത്രം സംസാരിക്കുന്നവർ, ചിരിക്കാത്തവർ, മുഖത്ത് നോക്കാത്തവരൊക്കെ ഉള്ള ഈ ഒരു കൂട്ടത്തിൽ ഇവർ വർത്താനം പറയുമ്പം ഇവർ പറയുന്ന ഈ ഇതും വീട്ടിലെ വായനയും അല്ലാതെ വേറൊരു കാര്യവും പഠനവുമായി ബന്ധപ്പെട്ട്
നടക്കുന്നില്ല എന്നതാണ് മറവിക്കുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് റെക്കറൻസ് നടക്കണം. എന്താ റെക്കറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരേ കാര്യത്തെ പഠിക്കണം, ഇല്ലേ? രണ്ട്, അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. താല്പര്യം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച്, തിമിംഗലത്തിനെ കുറിച്ച് ഒരു പാഠം പഠിച്ചെങ്കിൽ തിമിംഗലത്തിനെ കുറിച്ചുള്ള അധിക കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. നിങ്ങൾ ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എത്ര പേര് ബൈബിൾ വായിക്കും? അക്കാഡമിക്കായി ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ബൈബിളിലെ കുറേ കാര്യങ്ങൾ അറിയാം. ബൈബിൾ ഒരു ഹിസ്റ്റോറിക്കലായിട്ടൊരു സാധനമാണ്, അതൊരു കെട്ടുകഥയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ബാബിലോണിയൻ സാമ്രാജ്യത്തെക്കുറിച്ച് എസ്സേ പഠിക്കാനുണ്ട്. ഡിഗ്രിയിലൊക്കെ ഹിസ്റ്ററി പഠിച്ച ആരെങ്കിലും ഉണ്ടോ? പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ പഠിക്കാനുണ്ട്. അതിൽ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. നെബൂഖദ്നേസർ അറിയാമോ നിങ്ങൾക്ക്? അയാൾ അവസാനം എഴുതി കാണിച്ചൊക്കെ ഇല്ലേ? രാത്രി കുടിച്ചു കൂത്താടിയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൈയെഴുത്ത് വരുന്നത്. മെനെ മെനെ, ഓർമ്മയുണ്ടല്ലോ? ഇതൊക്കെ ബൈബിൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഈ പറയുന്ന എഴുത്ത് എന്തിലില്ല? ഹിസ്റ്ററിയിലില്ല. നെബൂഖദ്നേസർ ജീവിച്ചിരുന്നു. ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ വളരെ ഗണ്യമായ സംഭാവനകൾ നൽകി. തൂങ്ങുന്ന പൂന്തോട്ടം, ആധുനിക ലോകത്തും നിലനിൽക്കുന്ന അദ്ദേഹം ഉണ്ടാക്കിയ പൂന്തോട്ടം എത്രയോ നൂറ്റാണ്ടുകളോളം ലോകത്തെ മഹാത്ഭുതങ്ങളിൽ ഒരെണ്ണമായിരുന്നു ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ അയാളെ കുറിച്ച് ചരിത്രമുണ്ട്. പക്ഷേ അയാൾ മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ എന്ന് മരിച്ചു എന്നുള്ളത് ചരിത്രത്തിലുണ്ടാവും. പക്ഷേ അയാൾ എങ്ങനെ മരിച്ചു എന്ന് ചരിത്രത്തിലില്ല. പണ്ട് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തെന്നറിയാമോ? ഞാൻ ബൈബിൾ കൂടി എടുത്ത് വെച്ചിട്ട് ഇത് വായിച്ച് വെച്ചിട്ട് പോകും. സാറ് തന്ന എസ്സേ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറയും അക്കോർഡിംഗ് ടു ബൈബിൾ, ഇല്ലേ? ബൈബിൾ പ്രകാരം മനസ്സിലാവണ. ഹി വാസ് കിൽഡ് ബൈ ഹൂം? യഹോവ. മനസ്സിലായ? ആരാൽ കൊല്ലപ്പെട്ടു എന്നാണ് കരുതുന്നത്? അയാൾ മരിച്ചു എന്നേ പറയുള്ളൂ. അപ്പം ഈ കഴിഞ്ഞിട്ട് അയാൾ യഹോവയാൽ കൊല്ലപ്പെട്ടു എന്നും ഇങ്ങനൊരു എഴുത്ത് വന്നു എന്നും ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് എന്നൊക്കെയാണ് പറഞ്ഞെഴുതുക. ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്നു എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് എഴുതും. അപ്പം സാറ് വിളിച്ചു ചോദിക്കട്ടെ, നിനക്കിത് എവിടുന്ന് കിട്ടി? എനിക്കിത് എവിടുന്ന് കിട്ടി? ബൈബിളിൽ ഇല്ല. അഗസ്റ്റസ് സീസർ ആരാ? അഗസ്റ്റസ് സീസർ ആരാണ്? അഗസ്റ്റസ് സീസർ യേശുക്രിസ്തു ജനിക്കുമ്പോൾ ഉള്ള ചക്രവർത്തിയാണ്, റോമൻ ചക്രവർത്തി. ജൂലിയസ് സീസറിന്റെ മരുമകനാണ് അഗസ്റ്റസ് സീസർ. ജൂലിയസ് സീസറിനെ ആരാ കൊന്നത്? ബ്രൂട്ടസും കാഷ്യസും കൂടെ ചേർന്ന് കൊന്നു. ഇതൊക്കെ ഹിസ്റ്ററിയാണ്. ഇതിലെല്ലാം എന്തുണ്ട്? നമുക്ക് ഈ ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അക്കാഡമിക്കായിട്ട് വായിച്ചാൽ, സ്പിരിച്വലായിട്ട് മാത്രമല്ല അക്കാഡമിക്കായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ ഒരുപാട് സാധനമുണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഭാഷാപരമായി പ്രശ്നമുണ്ട്. അഗസ്റ്റസ് സീസർ എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഔഗുസ്തൂസ് കൈസർ. ഇതെന്തൊരു കൈസർ? അക്ക് പറഞ്ഞുകൂടെ? എന്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഔഗുസ്തൂസ് കൈസറിന്റെ കാലത്ത്. ഈ ഔഗുസ്തൂസ് കൈസർ എന്ന് പറയുന്നത് മലയാളീകരിച്ച് എഴുതിയതാണ്. മാന്യമായി അഗസ്റ്റസ് സീസറിന്റെ കാലത്ത് നിന്ന് എഴുതിയിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേർക്കെല്ലാം നല്ല മാർക്ക് കിട്ടിയേനെ. എസ്സേ എഴുതുമ്പോൾ ഇത് ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഞാൻ പറഞ്ഞത് അക്കാഡമിക്കായിട്ട്. ഇതുപോലെ ഒരു സാധനം നിങ്ങൾ പഠിച്ചാൽ അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തും കണ്ടും കേട്ടും പഠിച്ചും പുതിയ കാര്യങ്ങൾ വായിച്ചറിഞ്ഞും വായിച്ചതിനെ വീണ്ടും പല സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായി വായിച്ചും അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഓർമ്മ നിലനിർത്താൻ പറ്റും. എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ റിജോയ്ക്ക് എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു, ഇല്ലേ? നമ്മൾ ആകെ പറയുന്നത് പരദൂഷണം മാത്രമാണ്, അല്ലേ? ഞാൻ റിജോയെ വിളിച്ചിരുത്തി പറയാണ്, ഇടാ ഇവിടെ വാ, ഐസക് ന്യൂട്ടൻ നിനക്കറിയാമോ? ഇല്ല അണ്ണാ, എനിക്ക് അറിഞ്ഞുകൂടാ. ഐസക് ന്യൂട്ടനെ ആപ്പിൾ വീഴുന്നത് അറിയാമോ? ഞാൻ അവനോട് പറഞ്ഞു കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇല്ലേ? അപ്പം ഓർമ്മ നിലനിർത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. ഒന്ന്, അനുബന്ധമായി മറ്റു കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുക. 2, ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായി ചേർത്ത് വയ്ക്കുക. 3, ചില സമവാക്യങ്ങളൊക്കെ രസകരമായിട്ട് പണ്ട് നമ്മൾ പഠിക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ ദൈനംദിനം നമ്മൾ ചെയ്യുന്നതാണ് അമ്മുമ്മ ചോറ് കൊണ്ടുപോയി എന്നൊക്കെ പറയും. അപ്പോൾ അമ്മുമ്മയ്ക്ക് AC എന്നൊക്കെ ACK എന്നുള്ളതിൻ്റെ ഒരു ഇതിന് അമ്മുമ്മ ചോറ് കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയും. അത് പ്ലസ് AB+ന് നമ്മൾ അങ്ങനെ പറയും, അച്ഛനും ബാപ്പയും. ഇങ്ങനെയൊക്കെ പണ്ട് ഞങ്ങൾ പറഞ്ഞു പഠിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ചില രസകരമായ സംഗതികൾ കൂട്ടായിട്ടിരുന്ന് പഠിക്കുക, തർക്കിക്കുക. എടാ ഐസക് ന്യൂട്ടൻ അല്ലടാ എന്ന് നമ്മൾ പറഞ്ഞ ഐസക് ന്യൂട്ടൻ തന്നെ എന്ന് പറയും. ഐസക് ന്യൂട്ടൻ്റെ കാര്യം മറ്റൊരാളോട് പറഞ്ഞു. ഇങ്ങനെ പരസ്പരം പറയുക, ഗ്രൂപ്പായിട്ട് പഠിക്കുക, മറ്റൊരാളെ പഠിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ ഓർമ്മ നിലനിർത്താൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരേ കാര്യം സംസാരിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യില്ല? അത് മറന്നു പോവുകയേ ഇല്ല. അപ്പൊ ഇനി ഓർമ്മിക്കാൻ പറ്റുമോ? ഇനി ഓർക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? പറ്റുമോ? ഇനി നിങ്ങൾ ഏത് തരം ലേണറാണ് എന്ന് കൂടി നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഞാൻ എന്ത് തരം ലേണറാണ്? സാറൊക്കെ അറിയാമോ സാറേ എന്ത് തരം ലേണറാണെന്ന്? ഓഡിറ്ററി, വിഷ്വലാണ്. സാറ ഈസ് ആൻ
അല്ല, സാറ ഈസ് എ വിഷ്വൽ ലേണർ ഇല്ലേ? സോ സാറ എന്ത് ചെയ്യും പഠിക്കുമ്പോൾ? ഇനി എന്ത് ചെയ്യും? കൂടുതൽ വിഷ്വൽസ് നോക്കാൻ, അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് കണ്ടെത്താൻ ശ്രമിക്കും. ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് കണ്ടെത്താൻ ശ്രമിക്കും. വിഷ്വൽസ് കാണുമ്പോൾ നിനക്കത് എന്ത് ചെയ്യും? കുറച്ച് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഇതാണ് തന്ത്രം. നമ്മൾ എന്ത് തരമാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ഇത് ചെയ്യണം. ഇനി അടുത്ത ചോദ്യമല്ല, സംശയം. ഈ ഞായറാഴ്ചയിലെ പഠനത്തിനൊന്നും നിങ്ങൾ പറയുന്ന മെത്തഡോളജി ഒന്നും നടക്കൂല. ഇവിടെ അരമണിക്കൂറല്ലേ ക്ലാസ് കാണുള്ളൂ അല്ലേ? എത്ര സമയമുണ്ട് ഞായറാഴ്ചയിലെ ക്ലാസ്? സൺഡേ സ്കൂൾ ക്ലാസ് എത്ര സമയമുണ്ട്? 1 മണിക്കൂറുണ്ട്. വളരെ കുറഞ്ഞ സമയമായ ക്ലാസ്, ഒരു ദിവസം മുഴുവനുള്ള ക്ലാസ്സൊന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാലിച്ചു പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അല്ലാതെ മറ്റ് ക്ലാസ്സുകളിൽ ഇത് ചെയ്യാം. പിന്നെ ടീച്ചേഴ്സിന് സൺഡേ സ്കൂൾ പഠിപ്പിക്കാനും വേണമെങ്കിൽ ഇതുപോലെ ചിത്രങ്ങൾ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ, എനിക്കറിയില്ല, ടെക്സ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, പഠിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വിഷ്വൽ ലേണേഴ്സിനൊക്കെ അത് സഹായകരമായിരിക്കും. ഒരാൾ എഴുതിയിരിക്കുന്നൊരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു കഴിവുമില്ല, എങ്ങനെ കഴിവ് ഉണ്ടാക്കാം? എനിക്ക് ഒരു കഴിവുമില്ല. ഇവിടെ ഒരു കഴിവുമില്ലാത്തവരൊന്ന് കൈ ഉയർത്തിക്കേ. എനിക്ക് ഒരു കഴിവുമില്ല എന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. എഴുതിയ ആളിനെ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് ഒരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ട്? നിങ്ങൾ എന്ത് പറയുന്നു? ഈ ജനിക്കുമ്പോഴെല്ലാം മനുഷ്യൻ ഒരു കഴിവില്ലാതെയാണ് ജനിക്കുന്നത്. എന്തൊക്കെ കഴിവുകളുണ്ട് സാധാരണ മനുഷ്യന്? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ 89 കഴിവുകൾ കുറഞ്ഞതുണ്ട് എന്നാണ് ശാസ്ത്രം, സയൻസ് പറയും. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ 89 കഴിവുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് 8 മേഖലയായി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ പിന്നെ സംഗീതപരമായിട്ടുള്ളത്, സ്ഥലപരമായിട്ടുള്ളത്, നമ്മുടെ കായികമായിട്ടുള്ളത്, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. 8 രീതിയിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത്, അതിൻ്റെ ഉപവിഭാഗങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു മനുഷ്യന് കുറഞ്ഞത് ജനിക്കുമ്പോൾ 89 കഴിവുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഈ ആളിന് മൊത്തത്തിൽ എത്ര കഴിവുണ്ടെന്നറിയാമോ? എത്ര കഴിവുണ്ട്? 89 കഴിവുണ്ട്. പക്ഷേ അതിനറിഞ്ഞൂടാ. മനസ്സിലായ? ആനയ്ക്ക് അതിൻ്റെ കഴിവൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ല. പണ്ട് കഴിഞ്ഞ ഈ 21 ഡേയ്സിൽ ഇവിടെ ഒരാൾ, ഏതോ ഒരു പാസ്റ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആനയ്ക്ക് ഒരു ദിവസമാണ് അതിൻ്റെ കഴിവിനെ കുറിച്ച് ബോധ്യം വരുന്നത്. അന്നാണ് അത് എന്ത് ചെയ്യുന്നത്? അന്നിന് മതം ഇളകിയെന്ന് നമ്മൾ പറയും. അതിന് മതം ഇളകിയതല്ല, അന്നാണ് അത് എന്ത് ചെയ്യുന്നത്? ചുറ്റുകൂട്ടി മറ്റവരടുത്ത് വയ്ക്കുന്നത്. ഞാൻ ആനയാണെന്നും എനിക്ക് ഇത്രയും വലിപ്പമുണ്ടെന്നും എനിക്ക് ഇത്രയും കഴിവുകളുണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ഒരുപാട് കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് നമ്മളെ സെൽഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കഴിവും ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയ്യേർത്തു. എങ്ങനെ കഴിവുണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കഴിവുണ്ടാക്കാം സാർ? അല്ലേ? എങ്ങനെ കഴിവുണ്ടാക്കാം? എങ്ങനെ കഴിവുണ്ടാക്കാം? എവിടെ പോയി കഴിവുണ്ടാക്കും? നിങ്ങളിൽ എന്തൊക്കെ കഴിവുണ്ട്? കഴിവുണ്ടോ? എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും കഴിവുണ്ടോ? ഒരു കഴിവുമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു കഴിവുമില്ല. നിങ്ങൾ എങ്ങനെ വന്നു ഇങ്ങോട്ട്? ഇങ്ങോട്ട് എങ്ങനെ വന്നു? നടന്നു വന്നു. അപ്പൊ അതൊരു കഴിവല്ലേ? നടക്കാനുള്ള കഴിവില്ലാത്ത എത്ര ആളുകളില്ലേ? ഇല്ലേ? എന്നെ കാണുന്നുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇതെല്ലാം ചെയ്യും. ഇതിനെ എൻഹാൻസ് ചെയ്യാൻ എന്താ വഴിയെന്ന് മാത്രം ആലോചിച്ചാൽ മതി. എനിക്കൊരു കഴിവുമില്ല, എങ്ങനെ ഞാൻ പുതിയ കഴിവ് ഉണ്ടാക്കുമെന്നാരും ചിന്തിക്കേണ്ട. നിങ്ങളിൽ കുറഞ്ഞത് 89 കഴിവുകൾ ജനിക്കുമ്പോൾ ജന്മസിദ്ധമായിട്ടുണ്ട്. അത് 90, 100, 150 ആക്കി എടുക്കാൻ നമുക്ക് കഴിയും. ഈ 89 കഴിവുകൾ ഏതൊക്കെയാണ് വികസിപ്പിച്ചെടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇതിന് ഞാൻ എന്നെ അറിയണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം. തന്നെത്താനെ ചോദിക്കണം, താൻ ആരുവാ ചോദിക്കണം. എന്ത് ചെയ്യണം? ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, നീ ആരാണ്? മനസ്സിലായ? എന്ത് കഴിവുണ്ട്? ഈ നമ്മൾ കഴിവെന്ന് പറയുന്നത്, ഒന്ന് പടം വരയ്ക്കാനുള്ള കഴിവ്, പിന്നെ പാട്ട് പാടാനുള്ള കഴിവ്. പ്രധാനമായിട്ട് ഇത് രണ്ടുമാണ്. പടം വരയ്ക്കുന്നവരും പാട്ട് പാടുന്നവരും കഴിവുള്ളവരാണ്. ബാക്കിയുള്ളവരൊന്നും കഴിവില്ല. നോക്കൂ, അണ്ടർസ്റ്റാൻഡിങ്, ഒരു നല്ല പെരുമാറ്റം കഴിവാണ്. ഇൻട്രാ പേഴ്സണൽ ആൻഡ് ഇന്റർ പേഴ്സണൽ എന്ന് പറഞ്ഞ് 2 മേഖലകളുണ്ട്. ഒരാളിനോട് പെരുമാറാൻ ചില ആളുകൾ വന്നിട്ട്, നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ കുറേ ആളുകളൊക്കെ വരും. ഓരോരുത്തരും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ജിമ്മിൽ പോകുന്ന കുറേ ആളുകൾ, 2-3 ആൾക്കാർ കാണും സ്ഥിരം.
ഒരു 2.5-3 ലിറ്റർ കൊള്ളുന്ന വലിയൊരു കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു മനുഷ്യൻ്റെ അടുത്ത് മിണ്ടുക ഒന്നും ചെയ്യില്ല. ഇങ്ങനെ വെള്ളം കുടിക്കുന്നതിനെ ഇങ്ങനെ കുടിക്കും. അപ്പോൾ ഈ മസിൽ ഇങ്ങനെ നോക്കും, മസിൽ പെരുവിയോ ഇതിന് അവർക്ക് കഴിവുണ്ടെന്നേ. അവർ ജിമ്മിൽ പോയി അവർ മസിലെല്ലാം അടിച്ചു പെരുക്കി കഴിവ് വർദ്ധിപ്പിക്കുന്നു. പക്ഷേ അവർക്ക് എന്തില്ല? ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള എബിലിറ്റി ഇല്ല. എന്താ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കഴിവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അടുത്തിരിക്കുന്നവരുമായിട്ട് സംവദിക്കാനോ അവരെ പരിചയപ്പെടാനോ അവരോട് നല്ല വർത്തമാനം പറയാനോ അവർക്ക് കഴിയില്ല. അവർ ആകപ്പാടെ നോക്കുന്നത് അവരെ തന്നെയാണ്, അവരെ മസിൽ. വെള്ളം കുടിക്കുമ്പോൾ പോലും മസിൽ പെരുവിയോ എന്നാണ് നോക്കുന്നത്. ഇങ്ങനെ നോക്കി കുടിക്കും, തിരിച്ചു വയ്ക്കും. ഈ ക്ലാസ് എല്ലാം കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ കൂടെ മിണ്ടാതെ ഇങ്ങനെ നൂല് പിടിച്ച് അവർ നടന്നങ്ങ് പോകും. അവരിൽ മാത്രമായി ജീവിക്കുന്നു. അവർക്കൊരു സാമൂഹികമായ കാഴ്ചപ്പാടില്ലാത്തവരാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത, ഒരു മസിലും ഇല്ലാത്ത ഒരുത്തനെ ആയിരിക്കും അവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കാരണം എല്ലാവരുടെ അടുത്തും ചെന്ന് ടീച്ചറിന് പേപ്പർ വേണോ, സാറിന് എന്തിന് വേണം, മറ്റു വേണോ, സാറിന് ഉച്ചയ്ക്ക് ഊണ് വേണോ, അത് ചപ്പാത്തി വേണോ എന്ന് ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഒന്നിനും കഴിവില്ല എന്ന് നമ്മൾ എഴുതള്ളുന്ന ആളുകളുണ്ട്. നോക്കൂ, നല്ലവണ്ണം മറ്റുള്ളവരുമായി പെരുമാറുക എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിൽ ഇടപെടുക എന്ന് പറയുന്നത്, പ്രതിസന്ധികൾ വരുമ്പം മോളെ അഡ്മിറ്റ് ചെയ്തപ്പം അച്ഛൻ ബോധം കെട്ട് വീഴുന്നു, വല്ലതും നടക്കുമോ? നല്ല അച്ഛനാണ്. മോൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. നിങ്ങൾ എന്ത് കരുതുന്നു? മോൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായാൽ അച്ഛൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറ. എന്ത് ചെയ്യണം? അയാൾ ബോധം കെട്ട് കിടക്കുക. അയാൾ ശരി, അതാണ് ശരി. അവൻ ബോധം കെട്ട് കിടക്കുന്നു, അവനെ 108 വിളിച്ച് കെട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ഇതാണോ ചെയ്യേണ്ടത്? ആണോ? ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എങ്ങനെ നേരിടുന്നു? അവിടെ ബോധം കെട്ട് കിടക്കാൻ വളരെ എളുപ്പമാണ്, ഇല്ലേ? ബോധം കെട്ട് കിടക്കലല്ല, മറിച്ച് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വാഹനമെടുത്ത്, അല്ലെങ്കിൽ ഒരു വാഹനം വിളിച്ച്, അല്ലെങ്കിൽ ഒരാളെ കൂട്ടിന് വിളിച്ച് നേരെ ആ മോളുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലേ അച്ഛൻ്റെ ജോലി. ആം ഐ റൈറ്റ്? ഞാൻ പറഞ്ഞു ശരിയല്ലേ? പക്ഷെ അച്ഛൻ ഇവിടെ ബോധം കെട്ട് കിടന്നാലോ? അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നേരിടണം എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് കഴിവാണ്. നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി നേരിടാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രശ്നങ്ങളെ അതിജീവിച്ച് കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ ഒരാളായിരിക്കും യഥാർത്ഥത്തിൽ ഏറ്റവും മിടുക്കനായ കഴിവുള്ള ആൾ. പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടില്ല? ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. 8ാം ക്ലാസ് വരെ ഞാൻ ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ 8ാം ക്ലാസ് വരെ ഒരു സ്റ്റേജിലും കയറാത്ത ഒരാളാണ്. എതിരെ ഒരാൾ വന്നാൽ എൻ്റെ 2 കൈയും 2 കാലും വേർക്കും. കീറിപ്പറഞ്ഞ ഒരു നിക്കറും പിന്നെ ഈ അടിപൊത്തുപോയ ഈ ചെരുപ്പും ഒക്കെയാണ്. അപ്പോൾ എന്ത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഒന്നാമതേ ആകെ കറുത്ത് ഇരുണ്ട് കരിക്കട്ട പോലെ, പണ്ട് നടക്കണം, ഒരു മനുഷ്യന് കണ്ടാൽ ഇഷ്ടം വരാത്ത രൂപവും, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കോംപ്ലക്സ്. എവിടെ പോയടാ എന്ന് ചോദിക്കണമെങ്കിൽ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ റേഷൻ കടയിൽ പോകണമെന്നൊക്കെ പറയാൻ വന്നതാണ്, പക്ഷെ പറഞ്ഞതല്ല, ഇപ്പോൾ സൗണ്ട് വെളിയിൽ വരാതെ ഒരു അലർച്ച മാത്രമായിട്ടിരിക്കുന്നു. ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്ന ഒരാളിനെ 9ാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ടൊരു സാറ് പിടിച്ച് കയറ്റി. എവിടെ കയറ്റി? സ്റ്റേജിൽ കയറ്റി. അന്ന് കയറിയ കയറ്റമാണ്, പിന്നെ സ്റ്റേജ് വിട്ട് ഇറങ്ങിയിട്ടില്ല ഇന്ന് വരെ. മനസ്സിലായ? അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അന്നാണ് എനിക്ക് മനസ്സിലായി ഞാൻ പാട്ട് പാടിയെന്നും അല്ലെങ്കിൽ എനിക്കന്ന് ഫസ്റ്റ് കിട്ടിയെന്നും ഒക്കെ വീട്ടുകാരറിഞ്ഞപ്പോൾ അവരന്തം വിട്ടിക്കണേ എവൻ പാടും എന്നാണ്. അപ്പം നമ്മൾ അച്ഛന്മാരും അമ്മയൊക്കെ ഒന്നാമത്തെ ജോലി കുട്ടികളുടെ പേഴ്സണാലിറ്റിയിൽ അവരുടെ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് കണ്ടെത്തുക. ഓരോ മനുഷ്യൻ്റെയും കുട്ടിയുടെ ഉത്തരവാദിത്വം എനിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് കണ്ടെത്തുക. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നിങ്ങൾ ആയി മാറാൻ കഴിയും. നിങ്ങൾ എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു താഴോട്ട് പോക്ക് ഉണ്ടാവില്ല. അത് കണ്ടെത്തുന്നതിനൊരു താമസമേ ഉള്ളൂ. നിങ്ങൾ നോക്കണം, ഇതിൻ്റെ കഴിവുകളൊന്ന് വീട്ടിൽ പോയിട്ട് ഇന്ന് ഈ പറഞ്ഞ ആളുകൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ടൊരു പേപ്പർ എടുത്ത്, A4 സൈസ് പേപ്പർ എടുത്ത് എൻ്റെ കഴിവുകളെന്ന് ഹെഡിങ് എഴുതി 1, 2, 3, 4 എന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും, സാറേ പേപ്പർ തികഞ്ഞില്ല, സാറിൻ്റെ വീട്ടിൽ പേപ്പർ ഉണ്ടെങ്കിൽ എന്ന് പറയും. അപ്പം അതുകൊണ്ട് അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ, അല്ലാതെ കഴിവില്ല എന്നാരും പറയരുത്. ഇനി നമ്മൾ എല്ലാ വിഷയവും പഠിക്കണം. എന്തുകൊണ്ട് ടീച്ചർമാർ എല്ലാ വിഷയവും പഠിപ്പിക്കുന്നില്ല? എഴുതിയ ആളില്ല, വിഷയം അല്ല വിഷയം ആണ്. ഇന്നാളിത് പത്തനംതിട്ടയിലെ ജില്ലാ കളക്ടർക്ക് ഒരു കുട്ടി കത്തെഴുതി, കണ്ട, സോഷ്യൽ മീഡിയയിൽ കൂടെ എഴുതിയിട്ടു. നിങ്ങൾ കണ്ടായിരുന്നു, അവധി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, ക്ലാസ് ഇന്ന് അവധിയില്ല, ഇല്ലേ? ക്ലാസ്സിൽ എന്നും അവധിക്ക് വേണ്ടി കാത്തിരിക്കരുത്, ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് കയറണം, പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സിൽ കയറണം. എനിക്കും അതാണ് പറയാനുള്ളത്. അക്ഷരത്തെറ്റുകളില്ലാതെ എഴുതാൻ പഠിക്കണം. വിഷയമല്ല, ഇല്ലേ? എല്ലാ ടീച്ചർമാരും എല്ലാ വിഷയം നമ്മളെല്ലാം പഠിക്കണം. ഇതൊക്കെ പിന്തിരിപ്പൻ സംവിധാനങ്ങളാണ്. ഇത് ആരോ പറഞ്ഞു കൊടുത്തതാണ്, ഇല്ലേ?
നമ്മളെല്ലാം പഠിക്കണം, എല്ലാ വിഷയവും പഠിക്കണം. എന്നാൽ പിന്നെ ഒരു ടീച്ചർ എന്തുകൊണ്ട് എല്ലാ വിഷയവും പഠിപ്പിക്കുന്നില്ല എന്നാണ് ചോദ്യം. മനസ്സിലായ? ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വിമർശനാത്മകമായി ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ വിഷയമല്ല എങ്കിലും ഞാൻ പറയുകയാണ്, എല്ലാ വിഷയവും എല്ലാവരും മിടുക്കരാവണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ എല്ലാ വിഷയവും പഠിക്കാനുള്ളത് ചെറിയ ക്ലാസ്സിലേ ഉള്ളൂ. നിങ്ങൾ വലിയ ക്ലാസ്സിലായാൽ എല്ലാ വിഷയവും പഠിക്കണ്ട. നിങ്ങൾക്ക് ഏതിലാണോ മികവെന്ന് കണ്ടെത്താനുള്ള ആദ്യ ഘട്ടമാണ് പ്രൈമറി എഡ്യൂക്കേഷൻ. അത് കഴിയുമ്പം 10ാം ക്ലാസ് എത്തുമ്പം വിഷയങ്ങൾ വേർതിരിഞ്ഞു തുടങ്ങും. +2 എത്തുമ്പോഴത്തേക്കും വിഷയ ഗ്രൂപ്പുകളായിട്ട് മാറും. ഹിസ്റ്ററി പഠിക്കണവന് സയൻസ് പഠിക്കണ്ട, സയൻസ് പഠിക്കണവന് എന്ത് പഠിക്കണ്ട, കൊമേഴ്സ് പഠിക്കണ്ട, ഇങ്ങനെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഏറ്റവും മികവാർന്ന ആ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുത്ത് അതിൽ ഏറ്റവും ഉന്നതമായി പഠിച്ച ആളുകളെയാണ് നിങ്ങൾക്ക് ടീച്ചേഴ്സായിട്ട് തരുന്നത്. അല്ല എല്ലാം കൂടെ ഒരു ടീച്ചർ തന്നെ പഠിപ്പിക്കുന്നൊരു സംവിധാനം പ്രൈമറി ക്ലാസ്സിലുണ്ട്, 1ാം ക്ലാസ്സിലും 2ലും ഒക്കെ ഉണ്ട്. പക്ഷേ മുതിർന്ന ക്ലാസ്സുകളിൽ അങ്ങനെ ഇല്ല. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി കുട്ടികൾ പഠനത്തെക്കാൾ ഫോൺ ഉപയോഗം കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും രക്ഷിതാവായിരിക്കും, അല്ലേ? കുട്ടികളോട് ഫോണിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ അച്ഛൻ 27 മണിക്കൂർ ഫോണിലാണ്, അത് നിയന്ത്രിക്കണം എന്നായിരിക്കും പിള്ളേർ എഴുതുന്നത്. അങ്ങനെയല്ലേ? ഈ ഫോൺ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഫോണില്ലാതെ പഠിക്കാൻ പറ്റുമോ? ഇനി കുട്ടികൾ ഫോൺ ഉപയോഗിച്ചാൽ അത് മാരകമായി തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾ ഫോൺ ഉപയോഗിച്ചാൽ അത് ഗുരുതരമായി തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? രണ്ടുമല്ല. ഫോണില്ലാതെ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ സെക്ടറിലെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞ ഫോണാണ്. ഒരു 85ഓളം ഗ്രൂപ്പുകളാണ് ഞങ്ങൾക്കുള്ളത്. 85 ഗ്രൂപ്പുകൾ ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികളും അപ്ഡേഷൻ അപ്പോഴും മറുപടി കൊടുക്കണം, ഇല്ലേ? നിങ്ങളുടെ സെക്ടറിൽ സ്കൂളുകളിൽ എത്ര, ഇപ്പം എനിക്ക് ചുമതലയുള്ള ഒരു ഏരിയ ഉണ്ട്, അവിടെ എത്ര അംഗപരിമിതരായ അല്ലെങ്കിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടിയുണ്ട് എന്ന് ചോദിച്ചാൽ അപ്പോഴും ഞാൻ എന്ത് ചെയ്തിരിക്കണം, അതിനപ്പം അപ്ഡേഷൻ കൊടുക്കണം എന്നുള്ള ആളാണ്. അപ്പം നമുക്ക് 24 മണിക്കൂർ എന്ത് ചെയ്യേണ്ടി വരും? ഫോൺ നോക്കേണ്ടി വരും. പക്ഷേ ഫോൺ ഒരു ഒബ്സഷനായി മാറി. എന്താണ് ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഫോൺ ഒബ്സഷൻ ആവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇത് കൂടാതെ പറ്റൂല. നമ്മളെ സമയം മുഴുവൻ അപഹരിക്കുന്ന ശീലമുണ്ട്, ഹാബിറ്റുണ്ട്. എന്താ ഹാബിറ്റ്? നല്ല ഹാബിറ്റും മോശം ഹാബിറ്റും ഉണ്ട്. രാവിലെ എണീറ്റാൽ ഉടനെ ഒരു ചായ കുടിക്കണമെന്നുള്ളൊരു ഹാബിറ്റാണ്, ഇല്ലേ? അത് നല്ല ഹാബിറ്റാണ്. ഭക്ഷണം കഴിഞ്ഞിട്ട് പുകവലിക്കുന്ന ആളുകളുണ്ട്, അത് ചീത്ത ഹാബിറ്റാണ്. അതൊക്കെ ഹാബിറ്റ് എന്ന് പറയും. പക്ഷേ അത് രോഗാവസ്ഥയിലേക്ക് മാറിയാൽ എന്തായി? അത് ഒബ്സഷനായി, ഇല്ലേ? മനസ്സിലാവുന്നുണ്ട്? ഈ കൈയൊക്കെ കഴുകുന്നത് ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷം കൈ കഴുകി വൃത്തിയാക്കുക എന്ന് പറയുന്നത് നല്ല ശീലമാണ്. പക്ഷേ ഈ നല്ല ശീലം പിന്നീട് എന്തായിട്ട് മാറുന്നു? കൈ കഴുകിയിട്ടും തീരുന്നില്ല. ഒരുത്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈ കഴുകുന്നു, പിന്നെയും ഇരിക്കുന്നു 3 ബാക്ടീരിയ, 2 വൈറസ്, 4 അമീബ, പിന്നെയും ചെന്ന് കഴുകി. അവന് തോന്നലാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയാൽ എന്തായി? അവൻ്റെ സമയത്തെയും അവൻ്റെ ജീവിതത്തെയും അത് ബാധിക്കും. അത് ഒബ്സഷനായിട്ട് മാറി. ഇത് എന്നും താമസിച്ചേ എത്തുള്ളൂ. പക്ഷേ ഇവൻ വീട്ടിൽ നിന്ന് 9 മണിക്ക് മുമ്പ് ഇറങ്ങും. 10 മിനിറ്റ് നടക്കാനുള്ള സ്ഥലത്ത് 10 മണിക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവസ്ഥ 1 മണിക്കൂർ കഴിഞ്ഞാൽ എത്തുന്നില്ല. അവസാനം കണ്ടുപിടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇവനൊരു ഒബ്സഷനുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവൻ എല്ലാ പോസ്റ്റിലും തൊട്ടേ പോകുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ? നമ്മൾ പോസ്റ്റിൽ തൊട്ട് പോകുന്നു. അതായത് ഒരു പോസ്റ്റ് ഇവിടെയെങ്കിൽ ഒരു പോസ്റ്റ് അപ്പുറത്തായിരിക്കും. അപ്പോൾ ആദ്യം ഈ ഒബ്സഷൻ വരുന്നതിന് കാരണം ഒരു ഗെയിമാണ്. 3-4 കുട്ടികൾ ഒരുമിച്ച് പോകുമ്പോൾ എടാ ഞാൻ ഈ പോസ്റ്റിൽ തൊട്ടെ, അവൻ നീ അവിടെ തൊട്ടു, ഇങ്ങനെ തൊട്ട് പോയി. ഈ പോസ്റ്റിൽ തൊട്ട് കളിച്ച് പോയതാണ്. അവസാനം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പോസ്റ്റിൽ തൊടാതെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2 പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഒന്നെന്ന് പറഞ്ഞാൽ സമയത്ത് പോകാൻ പറ്റില്ല. ഈ പോസ്റ്റ് കഴിഞ്ഞ് മറ്റേ പോസ്റ്റ് മറുവശത്താണ്. അന്ന് ഇപ്പോൾ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്ന് ആ വണ്ടിയെല്ലാം പോയതിന് ശേഷം അപ്പുറത്ത് കടന്ന് ആ പോസ്റ്റിൽ തൊട്ടിട്ട് പിന്നെ അതുവഴി നടന്ന് അവിടെ പോയി അവിടുന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ പോസ്റ്റ് ചെയ്ത് ഇവൻ ചെല്ലും. ചില ദിവസങ്ങളിൽ അതിനേക്കാളും വിഷയം എന്ന് പറഞ്ഞാൽ ഇവൻ എല്ലാ പോസ്റ്റിലും തൊട്ട് ഇവൻ ഏതാണ്ട് സ്കൂളിൻ്റെ അവിടെ നടയിലെത്തുമ്പോഴാണ് പറയുന്നത് വീട്ടിൽ നിന്ന് 4ാമത്തെ പോസ്റ്റ് തൊട്ടിട്ടില്ല. ടെൻഷനായി. ഉടനെ അവൻ എന്ത് ചെയ്യാണ്? തിരിച്ചു വന്ന് 4ാമത്തെ പോസ്റ്റിൽ തൊട്ടിട്ട് പോകും. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നടന്ന സംഭവം ഞാൻ പറയുന്നത്. ഒബ്സഷൻ. ഇതാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. മാരകമായ പ്രശ്നമാണ്. ഇത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഇവൻ സമയത്ത് സ്കൂളിൽ പോകില്ല. ഇതാണ് നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒബ്സഷനായി മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അടുത്ത സ്റ്റേജ് അഡിക്ഷനാണ്. ഒബ്സഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അഡിക്ഷനാണ്. മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വിറയൽ വരുന്നു. മൊബൈൽ ഫോൺ രാത്രി ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കുന്നു, വിരൽ വെച്ച് ഇങ്ങനെ ആക്കി നിൽക്കുന്നു. അങ്ങനെയുണ്ട്. അടുത്ത കാലത്ത് ആക്ഷൻ കാണിക്കുന്നത്, ഗെയിം കളിക്കുന്നതിൻ്റെ ആക്ഷൻ കാണിക്കുക. ഇമാതിരി വന്നാൽ ഒബ്സഷനായി, അത് അഡിക്ഷനായി. അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിലേക്കാണ് എത്തുന്നത്. ഒബ്സഷൻ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഒബ്സഷൻ കഴിഞ്ഞ് അഡിക്ഷനിലേക്ക് പോയാൽ പിന്നെ എന്ത് വേണം?
ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ മൊബൈൽ ഫോൺ നമ്മളെല്ലാവർക്കും അത്യാവശ്യം വേണ്ടുന്നൊരു സാധനമാണ്. മൊബൈൽ ഫോൺ ഇല്ലാതെ വന്നുള്ള ബുദ്ധിമുട്ട്, ഇപ്പോൾ ഇന്ന് എനിക്ക് എവിടെ പോകണമെന്നും ഇന്ന് എൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു സാർ 1 മണിക്കൂർ ലേറ്റായേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓഫീസല്ല, ഏതെങ്കിലും സ്കൂളിലായിരിക്കും, സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മോണിറ്ററിംഗ് ആയിരിക്കാം. എന്താ പണിയെന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇറങ്ങിയിട്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, മെസ്സേജ് വന്ന് കിടക്കുക ഇന്ന സ്ഥലത്താണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ വല്ലതും നടക്കുമോ? നടക്കില്ല. മൊബൈൽ ഫോണിൽ മാത്രം പഠിക്കുന്ന ആളുകളില്ലേ? ഇല്ലേ? യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലുകൾ വഴി പഠിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബോറായിട്ടുള്ള ക്ലാസ്സുകളിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് രസകരമായ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചാനലുകളുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോൺ തെറ്റല്ല. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് കുട്ടികളിലല്ല. ആരിലാണ്? പരാതി എഴുതുന്ന നമ്മളിലാണ്, അല്ലേ? മുതിർന്നവരെല്ലാവരും മൊബൈൽ ഫോണിലാണ്. വീട്ടിൽ പത്രം വരുത്തുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? പത്രം വരുത്തുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? വീട്ടിൽ പത്രം വരുത്തുന്നവർ? ശരി. വീട്ടിലൊരു ഹോം ലൈബ്രറി ഉള്ള ആരെങ്കിലും ഉണ്ടോ? വീട്ടിലൊരു സ്വന്തമായിട്ട് ലൈബ്രറി ഉള്ള ആരെങ്കിലും ഉണ്ടോ? 2 കൈ 3 കൈ ഒക്കെ, വിരലിൽ പോലും എണ്ണാൻ പറ്റില്ല, ഇല്ലേ? വിരലിൽ എണ്ണാനുള്ള ആൾ പോലും ഇല്ല. അത്രയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പുസ്തകത്തിൽ നിന്നും വായനയിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. നമ്മൾ പത്രം വായിക്കുന്നില്ല, നമ്മൾ പുസ്തകം വായിക്കുന്നില്ല, നമ്മൾ 24 മണിക്കൂർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു കുട്ടിയോട് മൊബൈൽ നോക്കരുത്. മനസ്സിലായ? മൊബൈൽ ഫോൺ നല്ലൊരു മാധ്യമമാണ്. ഒരുപാട് ഗുണകരമായ കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എടുത്തു വയ്ക്കാനും അത് ഡോക്യുമെൻ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനും ഒക്കെ സഹായകമായിട്ടൊരു സാധനമാണ്. അങ്ങനെ പോസിറ്റീവായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. 2, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക. നമ്മളെന്ന് ഉദ്ദേശിച്ച് ആരാണ്? അച്ഛനും അമ്മയും മുതിർന്ന ആളുകളും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കാൻ പറ്റും? വായനയിലേക്കും എഴുത്തിലേക്കും ഒക്കെ നമ്മൾ പോകണം. ജീവിതകാലത്ത് പത്രം തുറന്നു നോക്കാത്ത ആളാണ് കുട്ടിയോട് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് പറയുന്നു? പത്രം വായിക്കണം, ഇല്ലേ? 5 പത്രമൊക്കെ വരുത്തുന്ന വീടുകളുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ 1-2 പത്രമൊക്കെ ഉള്ളൂ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ വരുത്തുന്ന ആളുകളുണ്ട്, ഇല്ലേ? അയൽപക്കത്ത് 2 പത്രം ഉണ്ടെങ്കിൽ നമുക്ക് 3 പത്രം വേണമെന്ന് കരുതുന്ന ആളുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ഒരു പത്രം ആരും വായിക്കുന്നില്ല, പുസ്തകം വായിക്കുന്നില്ല. അതേസമയം നമ്മളെല്ലാവരും പുസ്തകം വായിക്കുകയും ഫോണിൽ നിന്ന് കുറച്ച് സമയം അകലം പാലിക്കുകയും ചെയ്താൽ കുട്ടികളും അത് എന്ത് ചെയ്തോളും? അത് പ്രാക്ടീസ് ചെയ്തോളും. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനത്തെ കുട്ടികളോട് മാറ്റിവെക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഫിൻലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫിൻലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? പുല്ലെറുക്കാൻ പോണത്, ഉതവൽ പറിക്കാൻ പോണതും ആയ സ്ഥലമല്ല പുല്ലാൻഡ്, ഇത് ഫിൻലാൻഡ്. ഏതാണ് ഫിൻലാൻഡ്? കേട്ടിട്ടുണ്ടോ? എന്താ പ്രത്യേകത ഫിൻലാൻഡിൻ്റെ? കേട്ടില്ല? കുന്താലം പുല്ല് നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്തെ പുല്ലാൻഡ് എന്ന് പറയുന്നു, അല്ലേ? ആണോ? സാറ എന്തോ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. മോസ്റ്റ് ഹാപ്പിയസ്റ്റ് എന്ന് പറയട്ടെ. മോസ്റ്റ് ഈസ് സൂപ്പർലേറ്റീവ്, ഹാപ്പിയസ്റ്റ് ഓൾസോ സൂപ്പർലേറ്റീവ്. സോ മോസ്റ്റ് ഈസ് നോട്ട് നീഡ്. മനസ്സിലായ? ഒൺലി സേ ഹാപ്പിയസ്റ്റ്, ഇല്ലേ? ഏറ്റവും സന്തോഷമുള്ള എന്ന അർത്ഥത്തിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണ് ഏത്? ഫിൻലാൻഡ്. വളരെ ചെറിയ രാജ്യമാണ്, കേരളത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത രാജ്യമാണ്. നോർത്തിലാണ്, വടക്കുള്ള രാജ്യമാണ്. നമ്മുടെ ഈ സാന്റാക്ലോസിനെ അറിയാമോ ആർക്കെങ്കിലും? സാന്റാക്ലോസ് അറിയാമോ? സാന്റാക്ലോസിനെ ആർക്കെങ്കിലും അറിയാമോ? ആരാ സാന്റാക്ലോസ്? പാല് കൊണ്ടുവരണം മാമൻ. ഓപ്ഷൻ എ പാല് കൊണ്ടുവരണം മാമൻ. ഓപ്ഷൻ ബി റബ്ബർ വെട്ടുന്ന ചേട്ടൻ. ഓപ്ഷൻ സി ആട്ട ഓടിക്കുന്ന അളിയൻ. ആരാണെന്ന് പറയും? നിങ്ങൾ പറഞ്ഞേ, ഏതാണ്? ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് നമ്മൾ ചുരുക്കത്തരും. നമുക്കറിയാവുന്ന ഭാഷയാണ് നമ്മൾ പറഞ്ഞു. ക്രിസ്മസ് അപ്പൂപ്പൻ ഇതുവരെ താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു സങ്കല്പിക കഥാപാത്രമാണ്. ആര്? സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞിട്ടൊരു പഴയ അച്ഛൻ, ഒരു ബിഷപ്പോ അച്ഛനോ മറ്റോ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു കഥ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ക്രിസ്മസിൻ്റെ തലേ ദിവസം രാത്രി ആളുകൾക്കൊക്കെ സമ്മാനം കൊടുത്തു എന്നും അങ്ങനെ പിന്നെ അത് സാന്താക്ലോസ് എന്ന് പേര് വന്നു എന്നും ഒക്കെയാണ് പറയുന്നത്. ആ സാങ്കല്പിക കഥാപാത്രം വരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഏത്? ഇതിൻ്റെ അങ്ങേയറ്റത്തുള്ളൊരു പർവ്വതത്തിൽ നിന്നാണ് ഇങ്ങനെ റെയിൻ ഡിയറുകളെ പൂട്ടിയ രഥത്തിൽ ക്രിസ്മസിൻ്റെ തലേദിവസം വരുന്നതെന്ന് പറയുന്നു. അതൊക്കെ കഥകളാണ്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മുറുക്കാൻകടയേക്കാൾ കൂടുതൽ പുസ്തകശാലകളുള്ള ഒരു രാജ്യമാണ് ഏത്? ഫിൻലാൻഡ്. 2, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള രാജ്യമാണ് ഏത്? ഫിൻലാൻഡ്. അവരുടെ ഏറ്റവും വലിയൊരു ശീലം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് വായിക്കുക എന്നുള്ളതാണ്.
മനസ്സിലാവുന്ന. രാത്രി കിടക്കാൻ നേരത്തിന് എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യും? വായിക്കും. എല്ലാവരും ചേർന്ന് വായിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്കങ്ങനെ വായിക്കാൻ പറ്റുമോ? എല്ലാവരും ചേർന്ന് വായിക്കുമോ? എല്ലാ ദിവസവും എന്തെങ്കിലും വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പഠിക്കുന്നതിന് പുറമെ അനുബന്ധമായിട്ട് എന്തെങ്കിലും വായിക്കുന്നത് ഷാജി ബ്രദർ മാത്രമേ ഉള്ളൂ. വേറൊരാളും ഒരു സാധനവും വായിക്കുന്നില്ല. അപ്പം നോക്കൂ, വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ഈ മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും മറ്റ് ദുശീലങ്ങളും കുറഞ്ഞ രാജ്യമാണ് ഏത്? ഫിൻലാൻഡ്. അതാണ് അവരുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഇതാണ് കാര്യം. വായനയ്ക്കും അറിവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എങ്കിൽ സ്വാഭാവികമായി മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് മോചിപ്പിക്കപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ചേർന്ന്, പിന്നെ കുറച്ച് സമയം നിങ്ങൾ എല്ലാവരും ചേർന്ന് കൃഷി ചെയ്ത് നോക്കൂ. കുറച്ച് സമയം എന്തെങ്കിലും ഗാർഡനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യൂ. എല്ലാവരും ചേർന്നിരുന്ന് കുറച്ച് സമയം വർത്താനം പറയൂ. കുറച്ച് നേരം സന്ധ്യപ്രാർത്ഥന എന്ന പേരിലോ പ്രഭാത പ്രാർത്ഥന എന്ന പേരിലോ ഒക്കെ നിങ്ങൾ ഒരുമിച്ചിരിക്കൂ. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കൂടി വരുമ്പം മൊബൈൽ ഫോൺ തനിയെ എന്ത് ചെയ്തോളും? എന്തു ചെയ്യും? പോവുമായിരിക്കും, ഇല്ലേ? നമുക്ക് നോക്കാം. അങ്ങനെ ട്രൈ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയും? കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുവാൻ എന്ത് ചെയ്യുക? നമ്മളിത് പറഞ്ഞതൊക്കെ തന്നെയാണ്. പഠനത്തെ രസകരമാക്കുക, കുട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള ലേണേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, അത് അനുസരിച്ച് പഠന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുമ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചോളും. പഠിക്കുന്നത്, ഒരു അച്ഛൻ പറയുന്നു പഠിക്കുന്നത് ഓർമ്മ നിൽക്കുന്നില്ല. അച്ഛൻ പഠിക്കുന്നതാണോ കുട്ടി പഠിക്കുന്നതാണോ ഓർമ്മയിൽ വരാത്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കുട്ടി പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. നമ്മൾ ഓർമ്മ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് ആവർത്തിച്ച് പറയുന്നില്ല. ഓർമ്മിക്കാൻ ഒരുപാട് വഴികളുണ്ട്, അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. ശരി. മറവി, പഠിക്കുന്നതിന് സ്ഥിരതയില്ല. പിന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ. പഠിക്കുന്നതിന് സ്ഥിരതയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് മറവി തന്നെയല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ? ഈ സ്ഥിരതയില്ല എന്ന് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ? പഠിക്കുന്ന മറന്നു പോകുന്നു എന്നല്ലേ? വല്ലപ്പോഴുമേ പഠിക്കുന്നുള്ളൂ. വല്ലപ്പോഴും പഠിച്ചാൽ മതിയോ? എങ്ങനെ പഠിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അന്നന്ന് പഠിപ്പിക്കുന്നതിന് അന്നന്ന് വായിക്കുകയും വേണം. വീണ്ടും ഒരാഴ്ചയെങ്കിലും ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഇതൊന്നും റിപ്പീറ്റ് ചെയ്യണം. എങ്കിലും ഞാൻ പറഞ്ഞ ഓർമ്മ നിൽക്കുള്ളൂ. മനസ്സിലായ? ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ. എന്നെ പലതവണ കണ്ടപ്പോഴല്ലേ നിങ്ങൾക്ക് എൻ്റെ പേര് ഓർമ്മ വന്നുള്ളൂ, ഇല്ലേ? എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതിന് കാര്യം എന്താ? തുടർച്ചയായി ഞാൻ ഇവിടെ വരികയും, അല്ലാതെ ഒരു ആഴ്ചയിൽ ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ വരാതിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ അറിയാനേ പറ്റില്ല. പക്ഷേ തുടർച്ചയായ തനിയാവർത്തനമല്ല കേട്ടോ. ഒരു പഠനം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ ഈ ചില വാക്കുകൾ എഴുതിയിടും. പണ്ട് പറ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കാൻ പറഞ്ഞാൽ പറ എന്ന് താഴെ 50 പ്രാവശ്യം എഴുതി പഠിക്കും. പണ്ടത്തെ പഠനം അങ്ങനെയാണ്. അതിന് നമ്മളൊക്കെ ചെയ്യുന്ന വഴിയെന്ന് പറഞ്ഞാൽ ആദ്യം പാ എന്ന് താഴെ എഴുതും, പിന്നെ റാ എന്ന് എഴുതും. ഇത് ചേർത്തിട്ടുള്ള ഒരു സംഭവം നമുക്ക് കിട്ടുകയുമില്ല. അപ്പം തുടർച്ചയായി എഴുതുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുക? ഒരു കാര്യത്തെ സമീപിക്കുക. അതിൻ്റെ ചിത്രമായിട്ട്, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അനുബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് പഠനത്തെ ഉറപ്പിക്കാനുള്ള ഉപാധിയായിട്ട് സ്വീകരിക്കാം. മറവി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ്, അതിനെ എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ കഴിയും? ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പം മറ്റു കാര്യങ്ങളോട് ലിങ്ക് ചെയ്യുക. ഒരു 12 വർഷം മുമ്പ് എനിക്കൊരു സ്ട്രോക്ക് വന്ന് ഈ ഇടതുവശം തളർന്നു പോയി. ശബ്ദം പോയി. ഈ ശബ്ദം പോയി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല, പക്ഷെ അന്ന് ഞാൻ ശബ്ദം കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ശബ്ദമൊക്കെ കുറച്ച് ദിവസം പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു വിക്ക് പോലെയൊക്കെ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോലും അറിയാതെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു ത്വക്ക് രോഗം പോലെ വന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞും പോയി. മൊത്തത്തിൽ പ്രശ്നമായി. നമ്മളെ രൂപം തന്നെ മാറിപ്പോവുകയാണ്. ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുവരെ നല്ല അത്യാവശ്യം തലയിൽ മുടിയുണ്ട്, നമുക്ക് നല്ല ശബ്ദമുണ്ട്, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള ഒരു വലിയ മാനസികാവസ്ഥയുണ്ട്. ഞാൻ തന്നെ കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ള. ടെൻഷൻ ഒഴിവാക്കണം. എന്താ ടെൻഷൻ ഒഴിവാക്കാനുള്ള വഴി? നിങ്ങളുടെ മുഖത്തൊക്കെ ഒരാൾ ചീത്ത വിളിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ ചീത്ത കേൾക്കുന്നില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളങ്ങ് കളഞ്ഞിട്ട് അവൻ്റെ മുഖത്തെ ഉണ്ണി, ആഹാ ഈ ഉണ്ണി നീല നിറത്തിലിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. ഇവൻ പറയുന്ന മുഴുവൻ ചീത്തയാണ്, അവൻ വലിയ തെറിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിട്ട് തോന്നും?
ഇവൻ പറയുന്ന മുഴുവൻ. അപ്പോൾ അതിനുശേഷം എനിക്ക് ദേഷ്യം കുറയ്ക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കും, എൻ്റെ ഓഫീസർക്ക് ഭയങ്കര ദേഷ്യമാണ്, പക്ഷേ സാറിന് എങ്ങനെ സാർ ഇങ്ങനെ? ഇപ്പോൾ ഇന്നാൾ എൻ്റെ സാറ് ഇങ്ങനെ പറയുന്ന കേട്ടു, ഞാനിങ്ങനെ സാറിനെ അനുകരിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ അനുകരിക്കാനെന്ന് പറഞ്ഞാൽ ഈ ദേഷ്യം വരുമ്പോഴും ആ ദേഷ്യം പുറത്ത് കാണിക്കാതെ, അല്ലെങ്കിൽ ആ ദേഷ്യത്തിൻ്റെ സിറ്റുവേഷൻ അത് ജീവിക്കാൻ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യാൻ, അതിന് ഇഷ്ടം തോന്നിപ്പിക്കാൻ ചില രസങ്ങളുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്, ഇല്ലേ? ആ സമയത്ത് അതിനോട് ഉപമകൾ, ഇപ്പോൾ ഒരു ആളിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ആ ആളിനെ കുറിച്ച് വേറെന്തെങ്കിലും ഒരു ജീവിയുമായിട്ട് താരതമ്യം ചെയ്ത് പറയാം. അപ്പോഴത്തേക്കും നമുക്ക് അതിനെ മറക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ വ്യത്യസ്തമായ വഴികൾ സ്വീകരിക്കുക. ഇഷ്ടമില്ലാത്തതിനെ പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ഇഷ്ടം എന്താണ്? രക്ഷിതാക്കളും ഒക്കെ പറയുമല്ലോ, കുട്ടികൾ പഠിക്കുന്നില്ല. ഒരു LKG-യിലൊക്കെ കൊണ്ട് ചേർത്ത ഒരു കുട്ടിയെ നമ്മൾ പഠിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പം പഠനം എന്താണ്, കുട്ടികൾക്ക് ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയാമോ? കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇവിടെ ഒരു ബോട്ടിൽ, ഒഴിഞ്ഞ ബോട്ടിൽ ഇവിടെ കിടന്നു, ഇവിടെ തറയിൽ കിടന്നു, അത് കിട്ടിയാൽ, സനലാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ കിടന്നൊരു ഒഴിഞ്ഞ ബോട്ടിൽ കിട്ടി, വേറെ ബോട്ടിലൊന്നും അല്ല, പച്ചവെള്ളത്തിൻ്റെ ബോട്ടിൽ, എന്ത് ചെയ്യും? സനലാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടൊന്ന് നല്ല ഇതായിട്ട് ക്യാമറയിലും കൂടി നോക്കുക എല്ലാവരും, അത് പതിഞ്ഞിട്ടുണ്ടോ കൃത്യമായിട്ട്, എന്നിട്ട് അതുകൊണ്ടൊന്ന് വേസ്റ്റ് കുട്ടയ്ക്കകത്തിടും, ഇല്ലേ? സംശയമുണ്ടോ? ഉണ്ടോ? അശ്വതിയാണെങ്കിൽ എന്ത് ചെയ്യും? അത്രയും ഇടും, കളയും. വേസ്റ്റ് കുട്ടയിലിടുവോ, വലിച്ചെറിയോ? വേസ്റ്റ് കുട്ടയിൽ. ഇത് യാഥാർത്ഥ്യത്തിൽ ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നോക്കി ക്യാമറയൊന്നും ഇല്ലെങ്കിൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്ന വേസ്റ്റ് കുട്ടയ്ക്കകത്തിട്ട്. ഇതൊക്കെ നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഞാൻ ചോദിച്ചത്, മക്കളാണെങ്കിൽ എന്ത് ചെയ്യടാ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ പേരെന്തുവാണ്? ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ പൊന്നെ, ഇന്ന് രാവിലെ വെറുതെ അങ്ങനെ ഞാൻ ഇവിടെ വന്നത് വേസ്റ്റായില്ല, ഇല്ലേ? നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവൽ പറഞ്ഞ, ഇമ്മാനുവലിൻ്റെ കയ്യിൽ ഇവിടെ കിടന്ന ഒരു കുപ്പ് കിട്ടിയാൽ എന്ത് ചെയ്യും? ജെന്യുവനായിട്ട് പറയണം. ഒന്ന് അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് വീട്ടിലെടുത്തുകൊണ്ട് പോകും. അവിടെ വേറെ മാന്യതയുടെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല, ഇല്ലേ? എന്തിനാണ് വീട്ടിലെടുത്തുകൊണ്ട് പോണത്? കളിക്കാൻ. അതിനെ അവൻ ഫുട്ബോൾ കളിക്കും. അവൻ എന്ത് ചെയ്യും? ഞാൻ ഇത് ജെന്യുവനായിട്ട് ആൻസറാണ്. അവൻ അത് എടുത്തുകൊണ്ട് പോയി എന്ത് ചെയ്യും? ഫുട്ബോൾ കളിക്കും. കുറേ നേരം തട്ടി കളിച്ച് അതിൻ്റെ ബോറടിക്കും. ആ കളി ബോറടിക്കുമ്പോൾ ഇവൻ അതിലെന്ത് ചെയ്യും? വെള്ളം നിറയ്ക്കും. വെള്ളം നിറഞ്ഞിട്ട് അതിൽ 4 പൊത്തലായിട്ട് ചീക്ക് എന്നടിക്കും. ഇത് കണ്ടവൻ്റെ മുഖത്ത് അടിക്കുന്നു, അത് കേസാവുന്നു, ടീച്ചർ പിടിച്ച് ഇടിവെറ്റിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിലേക്ക് അത് പോകും. പക്ഷെ സനലിൻ്റെ കയ്യിൽ കിട്ടിയതിന് സനൽ എന്ത് ചെയ്തു? വേറെ ഒന്നും ആലോചിച്ചില്ല, ദൈവമേ സ്തോത്രം, ഇതാണ് വ്യത്യാസം. തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ് കുട്ടി മുതിർന്ന ആൾ. നമ്മുടെ തോട്ട്സും കുട്ടിയുടെ തോട്ട്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വീട്ടിൽ ഏറ്റവും വലിയ സംഘർഷാവസ്ഥ നടക്കുന്നത് എന്തിനാണ്? സാധനങ്ങൾ വലിച്ചു വാരിയിട്ടു. അമ്മ ആരോടാണ് കലഹിക്കുന്നതെന്നറിയാമോ? 2.5 വയസ്സും 3 വയസ്സായി കുട്ടിയുടെ അടുത്താണ്. അവന് വരയ്ക്കാനെന്നും പറഞ്ഞും കൊണ്ട് വഴി കണ്ട എല്ലാ ബുക്കും വായിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? തന്നെ ഒരു കടയിലിരുന്ന മുഴുവൻ ക്രയോണും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വച്ചിട്ടുണ്ട്. വാട്ടർ കളർ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തവന് വാട്ടർ കളറിൻ്റെ സെറ്റോടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്കെച്ച് പെന്ന് കൊടുത്തിട്ടുണ്ട്, മക്കൾ വരയ്ക്കാൻ എന്നാണ്. പക്ഷേ ഇവൻ തറയിലിട്ട് വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? തറയിൽ ചിലപ്പം ഇത്തിരി വാട്ടർ കളറൊക്കെ വീഴും. ഉടനെ വരികയല്ലേ, നീ എന്നെ തുലയ്ക്കാനാടാ വന്നത്, നീ ജനിച്ച നാൾ മുതലല്ലേടാ, ഞാൻ ഇപ്പം തൂത്തിട്ട് പോയതല്ലേ. അപ്പം ചില സമയത്ത് എന്താ സംഭവിക്കുക? ചിലപ്പോൾ ഈ ക്രയോണൊക്കെ വന്ന് തറയിൽ കിടക്കും, ഇല്ലേ? അത് വച്ചിട്ട് അവൻ പുറത്ത് പോയിരിക്കും. ഇവിടെ വിളിക്കുന്ന അശ്വിനെ നീ എവിടെ എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോഴത്തേക്കും കുട്ടി ആകെ പേടിച്ചു. കാരണം അവനോട് പറഞ്ഞിരിക്കുന്നത് അവന് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് എന്ന്, നിൻ്റേതാണ് മക്കളെ എന്ന് പറഞ്ഞു കൊടുത്ത സാധനങ്ങളെ എന്ത് ചെയ്യുന്നു? അവനവിടെ വയ്ക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? അടുക്കളയിൽ പണി ചെയ്തിട്ടുള്ള പുരുഷന്മാർക്ക് അറിയാം. നമ്മൾ മിക്കവാറും ഭാര്യമാരിൽ നിന്ന് വഴക്ക് കേൾക്കും നമ്മൾ അടുക്കളയിൽ കയറിയാൽ. എന്താ കുഴപ്പമെന്നറിയാം? നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അവിടെ തന്നെ വയ്ക്കും. എന്തിനാണ് ആ പാത്രം അവിടെ വെച്ചത്? ചായ ഇട്ട അതേ പാത്രത്തിലാണ് കുറച്ച് കഴിഞ്ഞ് മുട്ട പുഴുങ്ങേണ്ടത്. അതുകൊണ്ട് പിന്നെ എടുത്ത് ഇങ്ങനെ അടിയിലൊന്നും വെക്കണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ 2-3 സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്നതിന് ഭാര്യ വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടല്ല മനുഷ്യ, എന്തൊരു വൃത്തികേട്, അടുക്കള ഇല്ലാതാക്കി എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ റീയൂസിന് വേണ്ടി ചെയ്യുന്നു. കുട്ടി ഇതെല്ലാം വച്ചിട്ട് പോയത് അമ്മ ഇത് കുനിഞ്ഞ് വീണ്ടും വീണ്ടും അടുക്കി വെച്ച് ഇതെല്ലാം തൂത്ത് തുടച്ച് അവർ നശിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല, അവരത് വീണ്ടും യൂസിന് വേണ്ടി വയ്ക്കുന്നതാണ്. അപ്പോൾ കുട്ടിയുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കലഹം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇവിടെ പറയുന്നു എന്താണ്? പഠിക്കുവാൻ ശ്രദ്ധയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്രദ്ധിക്കാനൊക്കെ വരുന്നു. പഠിക്കുന്നത് എല്ലാം നേരെ മനസ്സിലാകുന്നില്ല. പഠിച്ചാൽ മനസ്സിലാവും, പഠിക്കാത്തതുകൊണ്ടാണ്
മനസ്സിലാവാത്തത്, അത് മാത്രം. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, എന്താണോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്, അതിന് വ്യത്യസ്തമായ മാർഗ്ഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പഠിക്കുക. രണ്ട്, ഞാൻ പറഞ്ഞു, മുതിർന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊച്ചുകുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉള്ളത് വരും. മുതിർന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മളൊരു ചീള് കേസാവരുത്. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? +2-നും 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ മറ്റത് വലിക്കുന്നു, കുടിക്കുന്നു, മറ്റത് ഈ കുടിക്കുന്നു വലിക്കുന്നു ഒക്കെ ചീള് കേസാണ്. 90 അല്ലെങ്കിൽ 100 പേരുള്ള ഒരു ക്ലാസ്സിൽ 99 പേരും ഇങ്ങനെയുള്ള ശീലത്തിന് അടിമകളാകുമ്പോൾ അതിൻ്റെ കൂടെ ഒഴുകി പോകാതെ ഒരാൾ മാത്രം നിന്നാൽ ഈസ് എ ടഫ് ഗായ്, ഇല്ലേ? അവനാരാണ്? അവനാണ് ടഫ് ഗൈ. അല്ലാതെ മസിൽ വിരിക്കലല്ല ടഫ് ഗൈ എന്ന് പറയുന്നത്. അവൻ കിടിലം. മനസ്സിലാവുന്നുണ്ടോ എന്തോ? ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാതെ ഒഴുക്കിൽ കൂടെ ഒഴുകി പോകാനല്ല നമ്മൾ വേറിട്ടവരായി നിൽക്കാൻ നമുക്ക് കഴിയണം. പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഡിസ്പോസബിൾ ഐറ്റം അല്ല. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കാനും, ആർക്കെങ്കിലും ഒരു ഹായ് ഇടാനും, ഒരു ഹായ് ഇട്ടാൽ 100 ഹായ് വരും, ഒരു സ്മൈൽ ഇട്ടാൽ 1000 സ്മൈൽ തിരിച്ചു വരും. അങ്ങനത്തെ ഒരു കാലമാണിത്. പക്ഷെ അങ്ങനെയൊന്നും മറ്റുള്ളവരുടെ കെണികളിൽ വീണ് നശിപ്പിച്ച് അവർക്ക് നമ്മുടെ സത്ത് ഊറ്റി കളയാനുള്ള കരിമ്പിൻ ചണ്ടികളല്ല ഞങ്ങൾ എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന സ്ത്രീരത്നങ്ങൾ, അവർ സ്ത്രീകളല്ല, സ്ത്രീരത്നങ്ങളാകണം നമ്മൾ. അങ്ങനെ നമ്മളൊരു നിലപാട് ഉറപ്പിച്ച് നല്ല ആത്മീയതയിൽ, വിശ്വാസത്തിൽ നിൽക്കണം. പ്രാർത്ഥിക്കുക, ആരാധിക്കുക വളരെ പ്രധാനമാണ്. നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ഏറ്റവും ശക്തിപ്പെടുത്തുന്ന, ഏറ്റവും ഏകാഗ്രത, ഇവിടെ ഏകാഗ്രത കിട്ടുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ നമ്പർ 1 മരുന്നാണ് പ്രാർത്ഥനയും ആരാധനയും. നിങ്ങളുടെ തലച്ചോറ് അതിൽ നല്ല ചിന്ത വരണം, അതിൽ നല്ല ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളത്, എല്ലാവർക്കും എല്ലാം വേണ്ട, എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുമില്ല. ചില കാര്യങ്ങൾ മനസ്സിലാവാത്ത അന്തം വിട്ടിരിക്കുകയാണ്, ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാതെ. പക്ഷേ അത് വേണ്ടവരതെടുത്താൽ മതി. കാരണം എല്ലാ വിഭാഗം കുട്ടികൾ, ഏതാണ്ട് ചെറിയ കുഞ്ഞു ആവകൾ മുതൽ അമ്മൂമ്മമാർ വരെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പഠനം എന്നത് വളരെ പ്രധാനമാണ്. പഠിക്കുക, വളരുക, ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായി മാറാൻ നിങ്ങൾ ശ്രമിക്കുക. പരാജയം വന്നു പോവും ചില സമയത്തൊക്കെ. അങ്ങനെ തോറ്റുപോയാലും അത് വിട്ടുകൊടുക്കാതെ പോരാടി മുന്നേറാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകാൻ പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക, ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിക്കുക, ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തരായി, ഒഴുക്കിനെതിരെ നീന്തുന്നവരായി നിൽക്കാൻ, നല്ല നിലപാടുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും